യെശയ്യാപ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഒരിക്കൽ കൂടെ വായിക്കട്ടെ. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. 8 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങളെ ഒരുമിച്ച് നമുക്കൊരിക്കൽ കൂടെ വായിക്കാം. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാപ്രവചനം 41 അധ്യായത്തിൻ്റെ 2ാമത്തെ പാരഗ്രാഫാണ് നാം വായിച്ചു തുടങ്ങുന്നത്. എന്നാൽ യെശയ്യാപ്രവചനം 41 അധ്യായത്തിൻ്റെ പ്രാരംഭ വേദഭാഗങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അവർ ഒറ്റപ്പെട്ടവരായിട്ടല്ല, അവർ കൂടി ചേർന്നവരായി, അവർ ഐകമത്യപ്പെട്ടവരായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 5ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഭൂമിയുടെ അറുതികൾ കണ്ട് ഭയപ്പെടത്തക്കവണ്ണം ദ്വീപുകൾ ഭയപ്പെടത്തക്കവണ്ണം ഭൂമിയുടെ അറുതികൾ വിറയ്ക്കത്തക്കവണ്ണം ജനമെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു. ജനം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവർ തമ്മിൽ ഒരുത്തൻ മറ്റൊരുവനെ ധൈര്യപ്പെടുത്തുകയാണ്. അവർ തമ്മിൽ ധൈര്യപ്പെടുത്തുന്നു. മാത്രമല്ല, അവർ തമ്മിൽ സഹായിക്കുകയും ചെയ്യുന്നു. ജനം ഒരുമിച്ച് നിൽക്കുന്നു, ജനം തമ്മിൽ സഹായിക്കുന്നു. വീണ്ടും അതിൻ്റെ 7ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ഇളകിപ്പോകാതെ വണ്ണം ആണികൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് ആശാരി തട്ടനെയും കൊല്ലം കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി തമ്മിൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ തമ്മിൽ സപ്പോർട്ട് ചെയ്ത്, മനുഷ്യൻ തമ്മിൽ എംപവർ ചെയ്ത്, മനുഷ്യൻ തമ്മിൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് തമ്മിൽ അവൻ ശക്തിപ്പെടുത്തിയും ബലപ്പെടുത്തിയും ആശ്വാസം നൽകിയും കൊണ്ട് അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ ആക്രമണത്തിൽ ചിതറിപ്പോയ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഒരു മടങ്ങിവരവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവർ തമ്മിൽ ഒരുമിച്ച് ഐകമത്യപ്പെട്ടുകൊണ്ട് തമ്മിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ ഒരുമിച്ച് കയറി വരുന്നതിനെയാണ് കാണുന്നത്. ഇങ്ങനെ അവർ ഒരുമിച്ച് കയറി വരുമ്പോൾ, അവർ തമ്മിൽ സഹായിക്കുമ്പോൾ, അവർ തമ്മിൽ ധൈര്യപ്പെടുത്തുമ്പോൾ, അതിനപ്പുറമായി ദൈവം അവരോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. ഇതിനെ 2 തലത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഒരു മനുഷ്യ സമൂഹം, ഒരു ദൈവ സമൂഹം അവർ തമ്മിൽ ഐകമത്യപ്പെടുവാൻ തുടങ്ങിയാൽ, അവർ തമ്മിൽ ചേരുവാൻ തുടങ്ങിയാൽ അവരോട് ദൈവവും അതേ മനോഭാവത്തിൽ ഇടപെടും. ഒരു കൂട്ടായ്മയ്ക്കകത്ത്, ഒരു സഭയ്ക്കകത്ത്, ഒരു കുടുംബത്തിനകത്ത് തമ്മിൽ ഐക്യതയുണ്ടെങ്കിൽ, തമ്മിൽ സഹായിക്കുന്നവരാണെങ്കിൽ, തമ്മിൽ ധൈര്യപ്പെടുത്തുന്നവരാണെങ്കിൽ അവരെ ധൈര്യപ്പെടുത്തുവാൻ ദൈവവും അവരുടെ അടുക്കൽ ഇറങ്ങി വരും. ധൈര്യപ്പെടുത്തുന്ന ഭർത്താവും ഭാര്യയും, ധൈര്യപ്പെടുത്തുന്ന മാതാപിതാക്കളും മക്കളും, ധൈര്യപ്പെടുത്തുന്ന സഹോദരങ്ങൾ, ധൈര്യപ്പെടുത്തുന്ന കൂട്ടുവിശ്വാസികൾ, തമ്മിൽ സഹായിക്കുന്ന ദൈവ സമൂഹം. ആ സമൂഹത്തിന്റെ അടുക്കലാണ് ദൈവം പറയുന്നത്: ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതായത് ഈ ഭക്തന്മാർ അവരുടെ കൈ കൊണ്ട് വേറൊരുവനെ താങ്ങുമ്പോൾ, ഈ ഭക്തന്മാർ മറ്റൊരുവനോട് ധൈര്യത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, ഈ ഭക്തന്മാർ മറ്റൊരുവനെ ആശ്വസിപ്പിക്കുമ്പോൾ ദൈവം അവിടെ നിന്ന് പറയുകയാണ്: ഞാനും നിന്നെ സഹായിക്കുകയും ശക്തീകരിക്കുകയും താങ്ങുകയും ചെയ്യാം. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ കരങ്ങൾ ഒരുത്തൻ ആശ്വാസമാണെങ്കിൽ ദൈവകരങ്ങൾ നിനക്ക് ആശ്വാസമായിരിക്കാം. നിന്റെ കരങ്ങൾ ഒരുത്തന് സഹായകമാണെങ്കിൽ ദൈവകരം നിനക്ക് സഹായകരമായിരിക്കാം. നിന്റെ ആദരങ്ങൾ വേറൊരുത്തന്റെ മുറിവിലെ തൈലമാണെങ്കിൽ നിന്റെ മുറിവ്
മുറിവുകളിൽ ദൈവത്തിന്റെ തൈല നദി ഒഴുക. നിന്റെ കണ്ണുകൾ വേറൊരുവനെ ആശ്വാസത്തോടെ ദയോടെ നോക്കുന്നതാണെങ്കിൽ നിശ്ചയം നിന്നെ ദൈവത്തിന്റെ കണ്ണുകൾ ദയോടെ നോക്കുന്നതായിരിക്കുക. അതുകൊണ്ടാണ് കർത്താവിന്റെ അടുക്കൽ പ്രാർത്ഥന പഠിക്കുന്ന ശിഷ്യന്മാരെ യേശു കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചോ, ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രാഗൽഭ്യം ഉണ്ടാവുകയാണ്, ഞങ്ങളുടെ കടങ്ങൾ അവിടുന്ന് ഞങ്ങളോടും ക്ഷമിക്കുന്നുവെന്ന്. ആകയാൽ ഈ വാക്യത്തിന്റെ ആദ്യത്തെ ഖണ്ഡികയിൽ പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ആ വൃതഗണങ്ങളെ ദൈവം ഇറങ്ങി വന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും താങ്ങുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതിലുപരിയായി നാം ശ്രദ്ധിക്കുമ്പോൾ സ്തോത്രം 6-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവർ അന്യോന്യം സഹായിക്കുന്നു, അവർ അന്യോന്യം ധൈര്യപ്പെടുത്തുന്നു. അന്യോന്യം സഹായിക്കുന്നു, അന്യോന്യം ധൈര്യപ്പെടുത്തുന്നു. 6-ാം വാക്യത്തിൽ 41:6 അന്യോന്യം സഹായിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ അന്യോന്യം സഹായിച്ചിട്ട് അന്യോന്യം ധൈര്യപ്പെടുത്തിയിട്ട് എവിടെയും എത്താൻ കഴിയാതെ ഇരുന്നയിടത്ത് അതിൻ്റെ 10-ാം വാക്യത്തിൽ ദൈവം വന്ന് പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കുക, ഞാൻ നിന്നെ ശക്തീകരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, കുടുംബത്തിലോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ എത്ര നിങ്ങൾ തന്നെ സഹായിക്കുവാൻ പരിശ്രമിച്ചിട്ട്, നിങ്ങൾ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ട്, നിങ്ങൾ തന്നെ സപ്പോർട്ടിംഗ് സിസ്റ്റം ആകാൻ നോക്കിയിട്ട്, നിങ്ങൾ എത്ര പരിശ്രമിച്ചു വേറെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ടും കഴിയാത്തയിടത്ത് ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഹാൻഡ്, ദൈവത്തിൻ്റെ ഒരു എംപവറിംഗ് അതിനകത്ത് വെളിപ്പെടും. ഇന്ന് പകൽ ഇതിനകത്ത് പറയുന്നുണ്ടായിരിക്കുക, കർത്താവിൻ്റെ ദാസനെ അന്യോന്യം ഞാൻ സഹായിച്ചു, എൻ്റെ കുഞ്ഞിനെ ഞാൻ ആവോളം സപ്പോർട്ട് ചെയ്തു, എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ആവോളം സപ്പോർട്ട് ചെയ്തു, എൻ്റെ ഭാര്യയെ ഞാൻ ആവോളം കെയർ ചെയ്തു. പക്ഷേ എന്നെ കൊണ്ട് കഴിയുന്നില്ല, എന്നെ കൊണ്ടൊന്ന് പൊക്കിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ട് സപ്പോർട്ട് ചെയ്ത് നിന്റെ കരങ്ങൾ കുഴഞ്ഞു പോയിടത്ത്, സപ്പോർട്ട് ചെയ്ത് നിന്റെ മനസ്സ് പതറിപ്പോയിടത്ത്, സപ്പോർട്ട് ചെയ്ത് ഇനി എനിക്കൊരു ഓപ്ഷൻ ഇല്ല, ഇനി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തോ, എൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം മാക്സിമം ഞാൻ ചെയ്തോ, പക്ഷേ എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്നിടത്ത് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ട് ദൈവ പൈതലേ, നിന്റെ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും ആവോളം സപ്പോർട്ട് ചെയ്തിട്ട്, ആവോളം നീ ശക്തീകരിച്ചിട്ട്, എന്തൊക്കെ ചെയ്തിട്ട് ജയമെടുക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ സ്വർഗം അതിനകത്ത് ഇടപെടാം. യെശയ്യാ 41:6 പറയുകയാണ്, അവർ അന്യോന്യം സഹായിച്ചു, അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി, പക്ഷേ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. 10-ാം വാക്യത്തിൽ പറയുക, നീ അന്യോന്യം സഹായിച്ചിട്ടും ധൈര്യപ്പെടുത്തിയിട്ട് നിനക്കൊരു സ്റ്റെപ്പ് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിനക്കൊന്ന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിൻ്റെ നടുവിൽ ഞാൻ ഇറങ്ങി വരാ, അതിൻ്റെ നടുവിൽ ഞാൻ ചലിക്ക, അതിൻ്റെ നടുവിൽ എൻ്റെ കരം ചലിപ്പിക്ക. ഇന്ന് പകൽക്കാല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചോ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നന്നായി അഭ്യസിപ്പിച്ചോ, പക്ഷേ എനിക്ക് അവരെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. കർത്താവിൻ്റെ ദാസനെ, ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ചെയ്യാവുന്നതൊക്കെ ചെയ്തോ, പക്ഷേ അതിൻ്റെ റിസൾട്ടിന്റെ പിമ്പിലുള്ള ശക്തി ദൈവശക്തി ആയിരിക്കുമെന്ന് വിശ്വസിച്ചാട്ട്, നിന്റെ ഫാമിലിയെ ഒന്ന് എംപവർ ചെയ്യാൻ നിന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തോ. നിന്റെ മിനിസ്ട്രിയിൽ നിന്റെ ചർച്ചിനെ ഒന്ന് വളർത്തിയെടുക്കുവാൻ, നിന്റെ ശുശ്രൂഷയെ ഒന്ന് പൊക്കിയെടുക്കാൻ നിന്നാലാവോളം എല്ലാം നീ ചെയ്തോ, പക്ഷെ നിന്നെ കൊണ്ടൊന്നും കഴിയുന്നില്ല. യെശയ്യാ 41:6 അന്യോന്യം സഹായിച്ചിട്ട് അന്യോന്യം ധൈര്യപ്പെടുത്തിയിട്ട് എങ്ങും എത്തിപ്പെടാൻ കഴിയത്തില്ലെന്ന് തോന്നുന്ന വേളയിൽ സ്വർഗം ഇറങ്ങി വന്ന് പറയുക, ഞാനും നിന്നെ സഹായിക്കുക, ഞാൻ നിന്നെ ശക്തീകരിക്കുക, എൻ്റെ വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങാമെന്ന് പറയുകയാണ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ട് എൻ്റെ കഴിവുകൾക്കപ്പുറമായി, എൻ്റെ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനപ്പുറമായി, എൻ്റെ ഇൻട്രസ്റ്റുകൾക്കപ്പുറമായി, എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമായി എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി അത് ചലിക്കുക. വിശ്വസിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞോട്ടെ. സ്തോത്ര. യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം ചെയ്യരുതാത്ത അല്ലെങ്കിൽ നാം ചെയ്യേണ്ടതായ 2 കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒന്നാമതായി പറയുകയാണ്, നീ ഭയപ്പെടരുത്. 9-ാം വാക്യത്തിൻ്റെ അവസാനം വരുമ്പോൾ അതാണ് പറയുന്നത്, നീ ഭയപ്പെടരുത്. രണ്ടാമതായി പറയുകയാണ്, നീ ഭ്രമിച്ചു നോക്കരുത്. നീ ഭയപ്പെടരുത്, നീ ഭ്രമിച്ചു നോക്കരുത്. നീ ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ, നീ ഭയപ്പെടരുത്, നീ ഭ്രമിച്ചു നോക്കരുത്. എന്നാൽ ഞാൻ നിന്നിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ 3 കാര്യങ്ങളായിരിക്കുക. 1, ഞാൻ നിന്നെ ശക്തീകരിക്കുക. 2, ഞാൻ നിന്നെ സഹായിക്കുക. 3, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുക. ഞാൻ നിന്നെ ശക്തീകരിക്കുക, ഞാൻ നിന്നെ സഹായിക്കുക, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട്
ഞാൻ നിന്നെ താങ്ങാം. എന്നാൽ ഇത് മൂന്നും സംഭവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ നിന്നോട് കൂടെ നിൽക്കാം. ഞാൻ നിന്നോട് കൂടെ നിൽക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ നിന്നെ ശക്തീകരിക്കാം. എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ നിന്നെ താങ്ങാം. ദൈവ സാന്നിധ്യത്തിൻ്റെ 3 മഹത്വങ്ങളാണ് അവിടെ വിളിച്ചു പറയുന്നത്. എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ നിന്നെ ശക്തീകരിക്കാം. എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ നിന്നെ താങ്ങാം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് പറഞ്ഞാട്ട്, ദൈവ സാന്നിധ്യത്തിനകത്ത് എനിക്കൊരു ശക്തിയുണ്ട്. ദൈവ സാന്നിധ്യത്തിനകത്ത് എനിക്കൊരു ശക്തിയുണ്ട്. അതരം തുറന്ന് കരമുയർത്തി വിളിച്ചു പറഞ്ഞാട്ട്, ദൈവ സാന്നിധ്യത്തിനകത്ത് എനിക്കൊരു ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം ഏത് ബലഹീനതയ്ക്കകത്ത് ഇരുന്നാൽ, അത് ആത്മീകമോ ഭൗമികമോ ശാരീരികമോ ആകട്ടെ, നിന്റെ ബലഹീനതകൾ കൊണ്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വന്ന് നിന്റെ ബലഹീനതകളുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു ശക്തിവത്തായ പ്രവൃത്തിയെ, ഒരു ശക്തീകരണത്തെ ചെയ്യുക. ഒന്നാമതായി പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിന്നെ ശക്തീകരിക്കുക. രണ്ടാമതായി പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിനക്ക് സഹായം നൽകുക. മൂന്നാമതായി പറയുന്നു, എൻ്റെ സാന്നിധ്യം ഒരു നീതിയുടെ വലങ്കൈ, ഒരു നീതിയുടെ വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങുന്നതിനെ നിനക്കറിയുവാനിടയാകാം. എന്നാൽ അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, ഇത് മൂന്നും സംഭവിക്കണമെങ്കിൽ നീ ചെയ്യേണ്ട നിനക്ക് അനുഭവമായിരിക്കേണ്ട ഒരു വിഷയമുണ്ട് കുഞ്ഞെ. ഞാൻ നിന്നോട് കൂടെ പോരണം. എൻ്റെ സാന്നിധ്യത്തിനകത്താണ് ഇത് സംഭവിക്കുന്നത്. ഇന്ന് പകൽ അധരം തുറന്നൊന്ന് പറഞ്ഞാട്ടെ, അങ്ങയുടെ സാന്നിധ്യം എന്നിലേക്കൊന്ന് വരട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ സഹോദരങ്ങളെ, തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ 3 വിധത്തിലാണ് ദൈവം ശക്തീകരിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ 3 വിധത്തിലാണ് ദൈവം, 3 സാന്നിധ്യങ്ങളാണ് മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നത്. ദൈവം അനുവദിക്കുന്നതായ 3 സാന്നിധ്യങ്ങളുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ദൈവം അനുവദിക്കുന്നതായ, ദൈവത്തിൻ്റെ ഫേവർ കൊണ്ട് ലഭിക്കുന്നതായ, ദൈവം കനിഞ്ഞരുളുന്നതായ 3 സാന്നിധ്യങ്ങളുണ്ട്. ഒന്നാമതായി അതൊരു ഹ്യൂമൻ പ്രസൻസ് ആണ്. ഒരു മനുഷ്യനെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുക. ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം അത് നമ്മളെ ഭയങ്കരമായി സഹായിക്കുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവം എനിക്ക് വേണ്ടി ഒരു മനുഷ്യനെ അവിടെ അയച്ചോ, ദൈവം ആ ഓഫീസിൽ എനിക്ക് വേണ്ടി ഒരു മനുഷ്യനെ അയച്ചോ, എൻ്റെ വഴിയാത്രയിൽ ഒരു മനുഷ്യനെ അയച്ചോ. പലപ്പോഴും നമ്മുടെ അടുക്കൽ പറഞ്ഞിട്ടില്ലേ, ദൈവമാ കർത്താവേ, ദൈവമാ താങ്കളെ ഇവിടെ അയച്ചത്. ഒരുപക്ഷെ നമ്മൾ കർത്താവിൻ്റെ ദാസനാണെന്ന് പോലും അറിയത്തില്ല. ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ പ്രായമായ ഒരാൾക്ക് അവരുടെ ഭാരമുള്ള ലഗേജ് എടുത്ത് അവരുടെ ട്രോളിയിൽ ഒന്ന് വെച്ചു കൊടുക്കുമ്പോഴോ അവർ നമ്മളെ നോക്കി പറയും, ദൈവം അയച്ചതാണെന്ന് പറയുക. സ്തോത്രം. അങ്ങനെ മാനുഷികമായിട്ടുള്ള ഹെൽപ്പുകളെ, നമ്മൾ മാനുഷിക സപ്പോർട്ടുകൾ, ഹ്യൂമൻ പ്രസൻസിനെ നമുക്ക് കാണുവാൻ കഴിയുക. സഹോദരങ്ങളെ, ജീവിതത്തിൽ പലപ്പോഴും ഹ്യൂമൻ പ്രസൻസ് ദൈവം നൽകുന്ന സപ്പോർട്ടിംഗ് സിസ്റ്റം, ദൈവം നൽകുന്ന ആശ്വാസങ്ങളാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഹോരേബിലെ മുൾപ്പടർപ്പിൽ ദൈവപ്രത്യക്ഷത കണ്ട മോശ മടങ്ങിപ്പോകുമ്പോൾ ദൈവം തനിക്ക് നൽകിയ ആ സപ്പോർട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ സപ്പോർട്ടായിരുന്നു, അഹരോൻ എന്ന സപ്പോർട്ട്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്തോത്ര, 14-ാം വാക്യത്തിലേക്ക്, 4-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, മോശേ, ഞാൻ നിനക്ക് നിന്റെ സഹോദരനായ അഹരോൻ ഉണ്ടല്ലോ, ലേവ്യനായ അഹരോൻ, നിന്റെ സഹോദരൻ, അവൻ നല്ലവണ്ണം സംസാരിക്കുന്നവനാണ്. ആമേൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, നിന്നെയും അവനെയും കൂടെ കണക്ട് ചെയ്യാമെന്ന് പറയുകയാണ്. നിന്നെയും അവനെയും കൂടെ കണക്ട് ചെയ്യാമെന്ന്. ഇവിടെ ഒരു ഹ്യൂമൻ സപ്പോർട്ട്, ഒരു ഹ്യൂമൻ പ്രസൻസ് ആണ് ദൈവം നൽകുന്നത്. പക്ഷെ വാസ്തവത്തിൽ ദൈവം മോശയ്ക്ക് നൽകുവാൻ ആഗ്രഹിച്ചത് ഒരു ഹ്യൂമൻ പ്രസൻസ്, ഒരു മാനുഷിക സാന്നിധ്യമായിരുന്നില്ല ദൈവം മോശയ്ക്ക് നൽകുവാൻ ആഗ്രഹിച്ചത്. കാരണം അതിൻ്റെ 12-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുകയാണ്, മോശേ, നിന്റെ വായോട് കൂടെ ഞാനിരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരാം. ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കാം. ഐ വിൽ ബി വിത്ത് യുവർ മൗത്ത്. നിന്റെ വായോടുകൂടെ ഞാൻ ഇരിക്കാമെന്ന് പുറപ്പാട് 4:12 ദൈവം മോശയോട് പറയുകയാണ്. എൻ്റെ സാന്നിധ്യം നിന്റെ വായോടുകൂടെ ഇരിക്കാം. പക്ഷെ മോശയ്ക്ക് അതിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ കഴിയുന്നില്ല. മോശയ്ക്ക് അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ വായ്ക്കകത്തിരിക്കുമോ, എൻ്റെ നാവിനോടുകൂടെ, എൻ്റെ വായോടുകൂടെ ദൈവ സാന്നിധ്യം ഇരിക്കുമോ,
തൻ്റെ ചിന്താഗതിയിലുള്ള ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സ്വർഗം സിംഹാസനവും ഭൂമിപാദപീഠവുമായിരിക്കുന്ന ആ ദൈവം എൻ്റെ വായോട് ചേർന്നിരിക്കാമെന്നോ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാനൊരു വിക്കുവായനല്ലേ, എൻ്റെ വായോടുകൂടെ എങ്ങനെയായിരിക്കുന്നത്? അങ്ങനെ ദൈവസാന്നിധ്യത്തിൻ്റെ ആ പാരമ്യത്തെ, ദൈവസാന്നിധ്യത്തിൻ്റെ അളവില്ലായ്മയെ തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത് കൊണ്ട് പിന്നെയും മോശ പറയുകയാണ്, കർത്താവെ വേറെ ആരെങ്കിലും അയക്കണമേ, വേറെ ആരെങ്കിലും അയക്കണേ, വേറെ ആരെങ്കിലും അയക്കണമേ. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മോശയ്ക്ക് ദൈവസാന്നിധ്യത്തിലുള്ള വിശ്വാസത്തെക്കാട്ടിലും മനുഷ്യരാരെങ്കിലും തൻ്റെ കൂടെ ഉണ്ടാകണമെന്നൊരാഗ്രഹമാണ്. ഒരു സ്പിരിച്വൽ റലത്തെക്കാട്ടിലും താൻ വിശ്വസിക്കുന്നത് ഒരു ഫിസിക്കൽ റലത്തിലുള്ള ഒരു ഹെൽപ്പാണ്. അത് 12-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ ദൈവം ആത്മാവാകുന്നു, എൻ്റെ സ്പിരിറ്റ് നിന്റെ വായോടുകൂടെ ഇരുന്ന്, ഞാൻ ആത്മാവായി നിന്റെ വായോടുകൂടെ ഇരുന്ന് ഒരു സ്പിരിച്വലത്തിലെ ഹെൽപ്പ് നിന്റെ മേൽ വരും. ഒരു മനുഷ്യന് നോക്കിയാൽ കാണാതെ വേണ്ട അദൃശ്യനായി ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നിൽ കൂടെ അസാധാരണമായത് സംസാരിക്കുക. പക്ഷെ മോശയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ സ്പിരിച്വലത്തിൽ നിൽക്കാൻ, ആ സ്പിരിച്വലത്തിൻ്റെ മഹത്വം അനുഭവിപ്പാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ്, കർത്താവെ മറ്റാരെങ്കിലും ഒന്ന് അയക്കണം, ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോകും, എൻ്റെ പുറകിൽ ദൈവം ഉണ്ടെന്നൊക്കെ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മറ്റാരെയെങ്കിലും അയക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം കോപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. ദൈവ സാന്നിധ്യത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ, ദൈവ സാന്നിധ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ, ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിന്ന് അത്ഭുതം ചെയ്യാൻ മടിക്കുന്ന മോശയോട് ദൈവം കോപിക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, എത്ര പേർ ഇതിനകത്ത് ഉറപ്പായി പറയും, ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിന്ന് എനിക്ക് അത്ഭുതം ചെയ്യണം, ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിന്ന് അത്ഭുതം ചെയ്യണം. ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിന്ന് ദൈവ സാന്നിധ്യത്തെ സ്വീകരിച്ചുകൊണ്ട് അത്ഭുതം ചെയ്യുവാൻ വിളിക്കപ്പെട്ട മോശെ, പക്ഷേ മോശയ്ക്ക് അതിന് കഴിയുന്നില്ല. മോശ പറയുകയാണ്, കർത്താവെ വേറെ ആരെയെങ്കിലും അയക്കണമേ. പക്ഷേ മോശ നിയോഗത്തെ തള്ളുമ്പോഴോ, മോശ ആ നിയോഗത്തെ വേറൊരാളിലേക്ക് കൈമാറാൻ പറയുമ്പോഴോ ദൈവം മോശയോട് പറയുകയാണ്, മോശെ നിയോഗം നിന്റെ മേളിൽ തന്നിരിക്കുക, നിയോഗം നിന്റെ മേളിൽ തന്നിരിക്കുക, ഞാൻ തെരഞ്ഞെടുത്ത നിന്റെ മേളിൽ എൻ്റെ നിയോഗം ഇരിക്കുക. ഇന്ന് പകൽക്കാല ജീവിത വഴികളിൽ എവിടെയോ എൻ്റെ പരാജയം കൊണ്ട് എൻ്റെ നിയോഗം ദൈവം എടുത്തു കളഞ്ഞുമെന്ന് അധൈര്യപ്പെടരുത്. നിയോഗം നിന്റെ മേളിൽ തന്നിരിപ്പുണ്ട്, നിയോഗം നിന്റെ മേളിൽ തന്നിരിപ്പുണ്ട്. മോശയോട് ദൈവം കോപിച്ചോ, പക്ഷെ നിയോഗം മാറ്റിയില്ല. മോശയോട് ദൈവം ശകാരിച്ച് വർത്താനം പറയുന്നു, പക്ഷെ നിയോഗം മാറിയില്ല. എൻ്റെ സഹോദരങ്ങളെ, യോനയെ കടലിട്ടേക്കാം, മത്സ്യം വിഴുങ്ങിയേക്കാം, ഛർദ്ദിച്ചേക്കാം, ദൈവത്തോടും യോന പിണങ്ങിയേക്കാം, പക്ഷെ നിയോഗത്തെ ദൈവം എടുത്തു കളഞ്ഞില്ല. ഇന്ന് പകൽക്കാല എവിടെയോ അസ്തമിച്ചുവെന്നും ഉണങ്ങിയെന്നും കഴിഞ്ഞെന്നും പറഞ്ഞ നിയോഗങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നു, നിന്റെ നിയോഗങ്ങൾ അസ്തമിച്ചിട്ടില്ല, നിന്റെ നിയോഗങ്ങൾ വേറൊരുത്തൻ്റെ കയ്യിൽ കൊടുത്തിട്ടില്ല. നിന്റെ നിയോഗം നിന്റെ മേൽ തന്നെ, നിന്റെ മേലുള്ള അഭിഷേകം നിന്റെ മേൽ തന്നെ. നിന്റെ നിയോഗത്തിന് വേണ്ടി ദൈവം വേറൊരുത്തനെ തെരഞ്ഞെടുത്തിട്ടില്ല. നിന്റെ മേലുള്ള നിയോഗത്തിന് വേണ്ടി ദൈവം വേറൊരാളെ സെർച്ച് ചെയ്യുന്നില്ല. നിന്റെ മേലുള്ള നിയോഗത്തിന് നിന്നെ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ മോശ ഇവിടെ ദൈവത്തോട്, മോശയുടെ ഈ ജീവിതത്തിന്റെ മടങ്ങിവരവ് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാം. മോശ ഇവിടെ ദൈവത്തോട് പറയാ, കർത്താവേ എനിക്ക് ആ പ്രസൻസ് പോരാ, എനിക്കൊരു ഹ്യൂമൻ പ്രസൻസ് വേണം. ദൈവമേ, നീ പറയുന്നത് പോലെ ആ സ്പിരിറ്റ് പ്രസൻസ് പോരാ, എനിക്കൊരു ഹ്യൂമൻ പ്രസൻസ് വേണം. ദൈവം പറഞ്ഞു, ശരി മോശെ, ഞാൻ അഹരോനെ വിടാം നിന്റെ കൂടെ. നീ പോകുമ്പോൾ തന്നെ അഹരോൻ നിന്നെ എതിരേൽക്കും. നിങ്ങൾ രണ്ടുപേരും കൂടെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു പോകണം. ദൈവം മനുഷ്യനെ പലപ്പോഴും നൽകുന്ന സപ്പോർട്ട് ഹ്യൂമൻ സപ്പോർട്ടാണ്. ആദിമ മനുഷ്യനായിരിക്കുന്ന ആദത്തിന് പോലും ദൈവം നൽകിയത് ഒരു ഹ്യൂമൻ സപ്പോർട്ടാണ്. ഞാൻ അവന് തക്കതായ ഒരു തുണ, ഒരു ഹ്യൂമൻ സപ്പോർട്ട്. ഇസ്രായേലിൻ്റെ 1-ാം രാജാവായിരിക്കുന്ന ശൗലിനെ നാം നോക്കിയാൽ, ശൗലിൻ്റെ ഏത് പ്രതിസന്ധിയിലും ശൗലിന് ആരുണ്ടായിരുന്നെന്ന് അറിയാമോ? ഒരു മനുഷ്യൻ സഹായമായിട്ടുണ്ടായിരുന്നു. കഴുതയെ തേടി പോകാൻ നേരം അപ്പൻ്റെ വീട്ടിലെ ഒരു ബാല്യക്കാരൻ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബാല്യക്കാരൻ ഒരു പ്രവാചകൻ്റെ അടുക്കൽ വിട്ടു. ഒരു ദൂത് പറയാൻ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ദൂത് പറഞ്ഞ് പ്രവാചകൻ മടക്കി അയക്കുമ്പോഴും പറയാണ്, നീ പോകുമ്പോൾ നിന്റെ വല്യമ്മച്ചിയുടെ കല്ലറയ്ക്കരികെ വെച്ച് 2 പേരെ കാണും. അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ കരുവേലകത്തിൽ വെച്ച് 3 പേരെ കാണും. അവർ നിനക്ക് അപ്പം തരും, വീഞ്ഞു തരും. നീ എവിടെ ചെന്നാലും നിനക്ക് ഭയങ്കര ഹ്യൂമൻ സപ്പോർട്ടായിരിക്കും.
അവിടെ നിന്ന് നീ മുമ്പോട്ട് പോകുമ്പോൾ ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിയിലെത്തുമ്പോൾ നീ പ്രവാചകന്മാരെ കാണും. ആ പ്രവാചകന്മാരിൽ നിന്ന് നിനക്ക് ഇമ്പാർട്ടേഷൻ കിട്ടും. ഇവിടെ ഫുൾ ശൗലിന് ഹ്യൂമൻ സപ്പോർട്ടാണ്. 40 ദിനരാത്രങ്ങൾ ഏലത്താഴ്വരയിൽ നിന്ന് അവിടെയും അവസാനം ഒരു മനുഷ്യനാണ് തന്നെ ദാവീദ് എന്ന ഒരു കൊച്ചു പയ്യനെ അവിടെ അയക്കുകയാണ്. മരിക്കുന്നിടം വരെ, മരണസമയത്തും അദ്ദേഹം പറയുകയാണ്, എൻ്റെ പ്രാണൻ പകുതി എൻ്റെ കയ്യിലിരിക്കുന്നു, അതുകൊണ്ട് നീ എന്നെ കൊന്നുകളയണം. അപ്പം കൊല്ലാൻ വരെയും ചാകാൻ വരെയും അദ്ദേഹത്തിന് ഒരു മാനുഷിക സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. ശൗലിന് മാനുഷിക സപ്പോർട്ടായിരുന്നു. ശൗലിൻ്റെ മാനുഷിക സപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പലരും പ്രാർത്ഥിക്കും, ദൈവമേ ശൗൽ എത്ര അനുഗ്രഹം, എനിക്കാരുമില്ലേ സഹായിക്കാൻ, എനിക്കാരുമില്ലേ. ശൗലിന് എവിടെ ഏത് കാര്യത്തിനും ദൈവം ഒരു മനുഷ്യനെ അയച്ചു കൊടുത്തിരുന്നു. അത് അയച്ചു കൊടുക്കുന്ന പ്രവാചകന്മാരെ, അഭിഷക്തന്മാരെ എല്ലാം നല്ല 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 പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ. ഇങ്ങനൊരു അഭിഷേകം പോയിട്ടും വേറൊരു അഭിഷക്തനെ അവിടെ അയച്ച് ദൈവം കാര്യങ്ങളെ നടത്തി കൊടുക്കുക. എപ്പോഴും ഒരു ഹ്യൂമൻ സപ്പോർട്ട് ശൗലിന് ലഭിച്ചുകൊണ്ടേയിരുന്നു. ഓൾവേസ്, എല്ലായ്പ്പോഴും ഒരു ഹ്യൂമൻ സപ്പോർട്ട്. എൻ്റെ സഹോദരങ്ങളെ, മാനുഷികമായ സപ്പോർട്ട് ദൈവം തരുന്നതാണ്. പക്ഷെ അതല്ല സപ്പോർട്ടിൻ്റെ പെർഫെക്ഷൻ. അതല്ല ദൈവം നൽകുന്ന സഹായത്തിൻ്റെ ഏറ്റവും വലുത്. അതുകൊണ്ടല്ലേ യെശയ്യാ 41:6 നമുക്ക് തമ്മിൽ സഹായിക്കാമെന്ന് പറഞ്ഞപ്പം ദൈവം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സഹായിക്കുന്നതിലപ്പുറം ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറയുക. സ്തോത്രം. അടുത്ത ഭാഗത്തിലേക്ക് കയറി വരട്ടെ സഹോദരങ്ങളെ. ഒന്ന്, മനുഷ്യനെ കൊണ്ട് ദൈവം സഹായിപ്പിക്കും. എന്നാൽ അടുത്ത ഒരു തലത്തിലേക്ക് വരുന്നത് ദൈവം നൽകുന്ന രണ്ടാമത്തെ സഹായ സാന്നിധ്യം ദൂതന്മാരുടെ സാന്നിധ്യമാണ്. ദൂതന്മാരുടെ സാന്നിധ്യം. ശൗലിൻ്റെ കാലത്ത് ശൗല് ദൂതന്മാരെ ഒന്നും അങ്ങനെ വലുതായിട്ട്, ശൗലിന് ദൂതന്മാരുമായിട്ടൊന്നും ബന്ധമില്ല. എന്നാൽ ദൈവം മറ്റൊരു കൂട്ടരെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം അവരെ ദൂതന്മാരെ കൊണ്ടാണ് സഹായിക്കുന്നത്. അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ മുമ്പേ പറഞ്ഞതുപോലെ അതിൻ്റെ റാങ്ക് മനസ്സിലാകണമെങ്കിൽ അബ്രഹാം തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിന് ഭാര്യയെ എടുക്കാൻ തക്കവണ്ണം തൻ്റെ വീട്ടിലെ ചുമതലക്കാരനായിരിക്കുന്ന എലയാസറിനെ വിളിച്ച് അരികെ ഇരുത്തി തുടയിൻ കീഴെ കൈവച്ച്, നീ പോയി എൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനൊരു ഭാര്യയെ എടുത്തുകൊണ്ട് വരണമെന്ന് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലാണ് ഈ സംഭവം കാണുന്നത്. അപ്പോൾ അവിടെ അബ്രഹാം തൻ്റെ ദാസനായിരിക്കുന്ന എലയാസറിൻ്റെ അടുക്കൽ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. 24-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോട് കൂടെ അയച്ച്, നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യയെ എടുപ്പാൻ തക്കവണ്ണം നിൻ്റെ യാത്രയെ സഫലമാക്കും. ഇവിടെ അബ്രഹാം പറയുകയാണ്, എലയാസർ, നീ പോകുന്ന വഴിയിൽ എൻ്റെ ദൈവം നിൻ്റെ കൂടെ വരുമെന്നല്ല പറഞ്ഞത്. എൻ്റെ ദൈവം നിൻ്റെ കൂടെ വരുമെന്ന് അബ്രഹാം പറഞ്ഞില്ല. അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് ദൈവം കയറി വന്നു. പിന്നീട് ഈ ദൈവം അബ്രഹാമിൻ്റെ കൂടെ നിന്നിട്ട് 2 ദൂതന്മാർ ലോത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് അബ്രഹാമിനൊരു കാര്യം മനസ്സിലായി, എല്ലാവരുടെ അടുക്കലും ദൈവം ചെല്ലത്തില്ല, എല്ലാവരുടെ അടുക്കലും ദൈവം സംസാരിക്കത്തില്ല. ദൈവം ഒത്തിരി സ്നേഹിക്കുന്നവരുടെ അടുക്കൽ ദൈവം നേരിട്ട് വരും. അല്ല, ഒത്തിരി സ്നേഹം ഇല്ലാത്തവരുടെ അടുക്കൽ എന്ത് ചെയ്യും? ഒത്തിരി ബന്ധമില്ലാത്തവരുടെ അടുക്കൽ ദൂതന്മാരെ പറഞ്ഞു വിടും. അബ്രഹാമിൻ്റെ വീട്ടിൽ ദൈവവും ദൂതന്മാരും ചെന്നോ? ലോത്തിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ദൂതന്മാരെ മാത്രം പറഞ്ഞയച്ചു. അപ്പോൾ അന്ന് അബ്രഹാമിനൊരു വെളിപ്പാട് കിട്ടി. ഏഞ്ചലിക് റലം അതൊരു സെക്കൻഡ് ഗ്രേഡാണ്. സ്തോത്രം. അതുകൊണ്ട് ദമ്മശേക്കുകാരനായ എലയാസറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എലയാസർ, നിനക്ക് ദൈവവുമായിട്ട് വലിയ പേഴ്സണൽ റിലേഷൻ ഒന്നുമില്ല, പിന്നെ എൻ്റെ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് നിനക്ക് ദൈവവുമായിട്ടുള്ള കണക്ഷനൊക്കെ ഉള്ളൂ, അല്ലാതെ നിനക്ക് ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഇല്ല, ദൈവ ശബ്ദം നീ കേട്ടിട്ടില്ല, ആകയാൽ നിനക്ക് ഞാൻ മുഖാന്തരമുള്ള ദൈവിക ബന്ധമേ ഉള്ളൂ. അതുകൊണ്ട് നീ പോകുന്ന വഴിയിൽ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയക്കുക. ആ അബ്രഹാമിൻ്റെ കോൺഫിഡൻസ് കണ്ടോ? ദൈവം
നിന്റെ കൂടെ വരത്തില്ല. ദൈവത്തിന്റെ ദൂതനേ നിന്റെ കൂടെ വരത്തുള്ളൂ. ദൈവം എൻ്റെ അടുക്കലേ വരത്തുള്ളൂ. ദൈവം എൻ്റെ അടുക്കലേ വരത്തുള്ളൂ. കാരണം ഞാൻ ദൈവത്തിന് അത്രമാത്രം വിശിഷ്ടനാണ്. ഞാൻ ദൈവത്തിന് അത്രമാത്രം ശ്രേഷ്ഠനാണ്. ദൈവം തന്റെ മേൽ വെച്ച കോളിങ്ങിനെ, ദൈവം തന്റെ മേൽ വെച്ച ഇലക്ഷനെ തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ ദൈവം തന്റെ ദൂതനെ നിന്നോടുകൂടെ അയക്കും. അതുകൊണ്ട് പോയ വഴിയാത്രയിൽ എലയാസർ പ്രാർത്ഥിച്ചതും ഇതാ, എൻ്റെ യജമാനന്റെ ദൈവം, എൻ്റെ യജമാനന്റെ ദൈവം. കണ്ടോ, ദൈവത്തിന്റെ ദൂതനെ അയക്കുകയാണ്. ഇന്ന് പകൽ തിരിച്ചറിയണം ദൈവ പൈതലേ, ദൈവം നൽകുന്ന രണ്ടാമത്തെ സഹായം എന്നുള്ളത് ദൈവത്തിന്റെ ദൂതന്മാരുടെ സഹായമാണ്. ഒന്ന് മാനുഷികമായ ഒരു മാനുഷിക സാന്നിധ്യം, രണ്ട് ദൂതന്മാരുടെ സാന്നിധ്യം. സ്തോത്ര. മൂന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ പുറപ്പാട് പുസ്തകം മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, മോശയ്ക്ക് ആരംഭത്തിങ്കിൽ ദൈവ സാന്നിധ്യത്തെക്കാട്ടിലും ഇഷ്ടം ആരുടെ സാന്നിധ്യമായിരുന്നു എന്നറിയാമോ? മനുഷ്യന്റെ സാന്നിധ്യമായിരുന്നു. ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കാം, ഐ വിൽ ബി വിത്ത് യുവർ മൗത്ത്. ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, പോരാ, എനിക്കൊരു മനുഷ്യനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ദൈവ സാന്നിധ്യത്തെക്കാട്ടിലും വലുത്, ആത്മസാന്നിധ്യത്തെക്കാട്ടിലും വലുത് മാനുഷിക സാന്നിധ്യമായിരുന്നു. പ്രാർത്ഥിച്ച വിടുതൽ കിട്ടും, ഉപവസിച്ച വിടുതൽ കിട്ടും, ദൈവം ഇറങ്ങി വരുമെന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലോ തക്കതായ ഒരു പൊളിറ്റീഷ്യനെ കാണിച്ച്, തക്കതായ ഒരു ഡോക്ടറെ കാണിച്ച്, തക്കതായ ഒരു എഞ്ചിനീയറെ കാണിച്ച്, തക്കതായ ഒരു ബ്യൂറോക്രാറ്റിനെ കാണിച്ച് അങ്ങനെ ഹെൽപ്പ് നൽകുന്നതായിരുന്നു മോശയ്ക്ക് ഇഷ്ടം. പക്ഷെ മോശയുടെ സ്പിരിച്വാലിറ്റി വളർന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായ 2-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഞാൻ നിന്നെ മുമ്പാകെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് തന്നെ പോ. ഞാനൊരു ദൂതനെ നിനക്ക് മുൻപായി അയക്കാം. ഞാനൊരു ദൂതനെ നിനക്ക് മുൻപായി അയക്കാം. പക്ഷേ ദൈവത്തോട് മോശ അവിടെ വാദിക്കുകയാണ്. അതിന്റെ 13, 14 വാക്യങ്ങൾ, 12 വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ്, അല്ലല്ല, ഒരു മനുഷ്യന്റെ സാന്നിധ്യമല്ല, ഒരു ദൂതന്റെ സാന്നിധ്യമല്ല. എന്നോട് കൃപയുണ്ടെങ്കിൽ നീ തന്നെ എന്നോടുകൂടെ പോരണം. ദൂതന്റെ സാന്നിധ്യത്തെക്കാട്ടിലോ ദൈവ സാന്നിധ്യത്തെ കൊതിക്കുന്ന മോശ. കണ്ടോ, മോശയുടെ ജീവിതത്തിന്റെ ആരംഭത്തിങ്കൽ ദൈവ സാന്നിധ്യത്തെക്കാൾ മനുഷ്യ സാന്നിധ്യത്തെ കൊതിക്കുകയായിരുന്നെങ്കിൽ, ഇപ്പോൾ ജീവിതത്തിന്റെ വളർച്ച പ്രാപിച്ചപ്പോൾ ദൂതന്മാരുടെ സാന്നിധ്യത്തെക്കാട്ടിലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ കൊതിക്കുകയാണ്. ഇന്ന് പകൽ അതരം തുറന്നെന്ന് പറഞ്ഞേ, എനിക്ക് ദൂതന്മാരുടെ സാന്നിധ്യത്തെക്കാട്ടിലോ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണുവാനാണ് ആഗ്രഹം. ദൂതന്മാരുടെ സാന്നിധ്യത്തെക്കാട്ടിലോ ദൈവ സാന്നിധ്യത്തെ കാണുവാനാണ് ആഗ്രഹം. ഇന്നത്തെ യങ് ജനറേഷനോടൊക്കെ ഞാൻ പറയട്ടെ, ഒത്തിരി ഡീവിയേറ്റ് ആയി പോകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ആരാധനയിൽ, പ്രാർത്ഥനയിൽ എനിക്ക് ദൂതനെ കാണണം. ഞാൻ ദൂതന്മാരിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൂതന്മാരെ സ്നേഹിക്കുന്നു, ഞാൻ ദൂതന്മാരെ കാണുവാൻ കൊതിക്കുന്നു. പക്ഷേ ഞാനൊരു പരമാർത്ഥം പറയാം, ബിയോണ്ട് ദ ഏഞ്ചലിക് റെല, ഞാൻ ദൂതന്മാരെ കാണുവാൻ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലോ എൻ്റെ കർത്താവിനെ കാണുവാൻ, എൻ്റെ ദൈവത്തെ കാണുവാൻ, എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, എൻ്റെ ദൈവത്തിന്റെ പ്രസൻസ് ബിയോണ്ട് ദ ഏഞ്ചലിക് റെലം. Let's entertain, let's enjoy in the presence of God. ദൂതന്മാരുടെ സാന്നിധ്യത്തെക്കാട്ടില്ല, ദൂതന്മാർ ഇറങ്ങുന്നത് കാണുന്നതിനെക്കാട്ടില്ല, ദൈവം ഇറങ്ങുന്നത് കാണുന്ന ഒരു അനുഭവം. ദൂതന്മാർ ഇറങ്ങുന്നതിനെക്കാട്ടിലും ദൈവം ഇറങ്ങുന്നത് കാണുന്ന ഒരു അനുഭവം. എൻ്റെ സഹോദരങ്ങളെ, ബിലയാമിന് പോലും ദൂതൻ വെളിപ്പെട്ടിട്ടുണ്ട്. സ്തോത്ര. പക്ഷെ ദൂതനെ അല്ല ഈ നാളുകളിൽ കാണേണ്ടത്, ദൈവത്തെ. ലോത്ത് കണ്ട ദൂതന്മാരെയല്ല, അബ്രഹാം കണ്ട ദൂതനെ. എലയാസറിന്റെ കൂടെ പോയ ദൂതനെയല്ല, പകരം അബ്രഹാമിന്റെ വീട്ടിലിരുന്ന ദൈവത്തെ. മോശയോടുകൂടെ പോയ ഒരു അഹരോനെ പോലെയല്ല, പകരം മോശയോട് കൂടെ ഇരുന്ന ദൈവ സാന്നിധ്യത്തെ. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഐ നീഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇന്ന് പുതിയ നിയമസഭ ഗ്രേഡ് താപ്പോട്ട് വരികയാ. ദൂതന്മാരെ കാണണം ഈ ഉപവാസത്തിൽ, ദൂതന്മാരെ കാണണം ഈ ഉപവാസത്തിൽ. നോ, ഈ ഉപവാസത്തിൽ ദൂതന്മാരെ അല്ല നീ കാണേണ്ടത്, അതിലുപരിയായി ആ ദൂതന്മാരെ അകമ്പടി പറഞ്ഞു വരുന്നതായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ. ബിയോണ്ട് ദ ഏഞ്ചലിക് റെല. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് നിറയട്ടെ. ഇന്ന് പകൽ അധരം തുറന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തെ
ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, 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 ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. എൻ്റെ സഹോദരങ്ങളെ, ആത്മീയതയുടെ തീവ്രതയിലേക്ക് കടന്നു വരുമ്പോൾ, ആത്മീയതയുടെ പ്രണയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, ആത്മീയതയുടെ പ്രണയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ദൂതന്മാരെ കണ്ടാൽ തൃപ്തിയാകത്തില്ല. നമുക്കവിടെ കർത്താവിനെ തന്നെ കാണേണ്ടി വരും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ സ്തോത്രം 10-ാം വാക്യത്തിൽ വരുമ്പോൾ, ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി, ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അവർക്ക് അത്ഭുതം കണ്ടപ്പോൾ, അവർക്ക് കല്ലറ തുറന്നത് കണ്ടപ്പോൾ, അവർക്കൊരു വിടുതൽ കണ്ടപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയി. അതുകൊണ്ട് 20-ന്റെ 10 പറയുകയാണ്, ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഒരു വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ, സ്തോത്രം, ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഉയർച്ച കിട്ടിക്കഴിഞ്ഞാൽ, ഒരു അടയാളം കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാനുള്ളവർ. ഓ കർത്താവിൻ്റെ ദാസനെ, 21 ദിവസവും ഞങ്ങൾ മുടങ്ങാതെ ഇവിടെ കടന്നു വരാം. എൻ്റെ കൊച്ചിനൊരു സൗഖ്യം കിട്ടിയാൽ മതി, ഞങ്ങളുടെ കടഭാരം ഒന്ന് മാറിയാൽ മതി. സ്തോത്രം, അതിനുവേണ്ടി മാത്രം, ടിൽ ദ ഡെലിവറൻസ്, ടിൽ ദ ഡെലിവറൻസ്, അതിനുവേണ്ടി മാത്രം. അത് കഴിയുമ്പോൾ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടോ 11-ാം വാക്യത്തിൽ പറയുകയാണ്, മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞും കൊണ്ട് നിന്നോ. കരയുന്നതിൻ്റെ ഇടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. വീണ്ടും അതിൻ്റെ 12-ാം വാക്യം, യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലോ ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടോ. ദൂതന്മാരെ അവൾ കണ്ടോ. 13-ാം വാക്യം, അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്നവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു, യേശു നിൽക്കുന്നത് കണ്ടു, യേശു എന്നറിഞ്ഞില്ല താനും. 15-ാം വാക്യം, യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്. എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ ഭാഗമെന്ത് എന്ന് പറഞ്ഞാൽ, ദൂതന്മാരുടെ അടുക്കൽ ദൂതന്മാർ അവളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 13-ാം വാക്യത്തിൽ, സ്ത്രീയെ, നീ കരയുന്നതെന്ത്. അവൾ ദൂതന്മാരെ കണ്ടു, എന്നിട്ട് ഇവൾ എന്ത് ചെയ്യുകയാണ്? കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൂതന്മാർ ഇവളുടെ അടുക്കൽ പറഞ്ഞു, കർത്താവ് പറഞ്ഞതുപോലെ ഉയർക്കപ്പെട്ടു എന്ന് പറയുകയാണ്. കർത്താവിനെ എവിടെ വെച്ചു, നീ എന്തിനാ കരയുന്നതെന്ന് ദൂതന്മാർ ചോദിച്ചു. അവൾ അവരോട് മറുപടി പറഞ്ഞു. പക്ഷേ അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശുവിനെ നോക്കുമ്പോൾ, യേശുവും ഇവിടെ ഇതേ ചോദ്യമാ ചോദിക്കുന്നത്, സ്ത്രീയെ, നീ കരയുന്നത് എന്തിന് എന്ന് പറഞ്ഞാൽ, ദൂതന്മാരെ കണ്ടിട്ടും മറിയത്തിന്റെ കരച്ചിൽ തീർന്നില്ല. ദൂതന്മാരെ കണ്ടാൽ തീരുന്ന ഒരു കരച്ചിലായിരുന്നില്ല മറിയത്തിന്റെ കരച്ചിൽ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവസഭയുടെ കണ്ണുനീര് ദൂതനെ കണ്ടാൽ മതിയാകുന്നതാകരുത്. ദൈവസഭയുടെ സ്പിരിച്വൽ ടേസ്റ്റ് ഏഞ്ചലിക് റലത്തിൽ ഒതുങ്ങുന്നതാകരുത്. എനിക്ക് 4 ദൂതന്മാരെ കണ്ടു, എനിക്ക് കുറച്ച് ദൂതന്മാരുടെ ചിറകടി കേട്ടു, ദൂതന്മാര് പറക്കുന്നത് കണ്ടു. നോ, എനിക്ക് ദൂതന്മാരെ കണ്ടാൽ എൻ്റെ ആത്മദാഹം തീരത്തില്ല, എൻ്റെ സ്പിരിച്വൽ ടേസ്റ്റ് തീരത്തില്ല. പകരം എൻ്റെ കരച്ചിൽ അടങ്ങണമെങ്കിൽ, ഈ എൻ്റെ പ്രാണനാഥനെ, എൻ്റെ ആത്മപ്രിയനെ, എനിക്ക് അവന്റെ സാന്നിധ്യം, എനിക്ക് അവന്റെ സാന്നിധ്യം, എനിക്ക് അവനെ കണ്ടാലേ പറ്റത്തുള്ളൂ. സാരാധന രഗതി അധന ഹരദനദിയ ഹർദനദിയ ദരദരദനദനദനദിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഈ മറിയത്തിന്റെ ഒരു പ്രത്യേകത കണ്ടോ? കല്ലറയ്ക്കൽ 2 ദൂതന്മാർ ഇരിക്കുന്നത് കണ്ടോ? ദൂതന്മാർ അവളുടെ അടുക്കൽ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? അവൾ കാര്യം പറഞ്ഞിട്ട് അവരുടെ അടുക്കൽ പിന്നീട് ഒന്നും ചോദിക്കുകയല്ല. അവരുടെ അടുക്കൽ കാര്യം പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിയുക. അയ്യോ, നമ്മളെങ്ങാണമായിരുന്നു ദൂതനെ കണ്ടതെങ്കിൽ കാര്യം പറഞ്ഞിട്ട് പിന്നോക്കം തിരിയുമോ? ഇല്ല. അവൾ ഇവിടെ പറയുകയാണ്, പോരാ, എനിക്ക് ദൂതനെ കണ്ട പോരാ. ഇന്ന് എൻ്റെ പ്രശ്നത്തിൽ മീഖായേലും ഗബ്രിയേലും കൂടെ ഇറങ്ങിയാല് എനിക്ക് മതിയാകത്തില്ല. ഐ വാണ്ട് ടു സീ മൈ ലോർഡ്. എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്ക് എൻ്റെ അരിമനാഥനെ കാണണം, എനിക്ക് എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണണം, എനിക്ക് എൻ്റെ പൊന്നു കർത്താവിനെ കാണണം. ഐ വാണ്ട് ടു സീ ഹിം. ഐ വാണ്ട് ടു സീ ഹിം.
അവൾ തിരിഞ്ഞു നിന്നോ. അവൾ തിരിഞ്ഞു നിന്ന് യേശുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളതാണ്. അവൾ എന്തിനാണ് യേശുവിനെ തിരയുന്നതെന്നറിയാമോ? പിന്നെയും ഒരു അത്ഭുതം കാണാനല്ല, പിന്നെയും കടലിന്മേൽ നടക്കുന്നത് കാണാനല്ല, പിന്നെയും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് കാണാനല്ല, പിന്നെയും സൗഖ്യം നൽകുന്നത് കാണാനല്ല. അവൾ പറയുക, യജമാനനെ അവനെ എവിടെ വെച്ചുവെന്നൊന്ന് പറയാമെങ്കിൽ ഞാൻ അവനെ എടുത്തുകൊണ്ടു പോകാം. ഞാൻ ആ മറിയത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 33 വയസ്സുള്ള ഒരു യൗവനക്കാരൻ്റെ ശരീരം മരിച്ച് ശവമായി കിടക്കുന്ന ആ ശവത്തെ എടുത്തോണ്ട് പോകാമെന്ന്. മറിയെ, നീ എങ്ങനെ ആ ശവം എടുത്തോണ്ട് പോകോ? മറിയെ, നീ പിടിച്ച പൊങ്ങുവോ ശരീരം? മറിയെ, നീ തോളത്തിട്ട നിനക്ക് നടക്കാൻ പറ്റുമോ? അല്ല മറിയെ, നീ ആ ശരീരം കൊണ്ടുപോയി എന്തോ ചെയ്യോ? മറിയം പറയും, എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് എൻ്റെ പ്രാണനാഥനെ കണ്ടാലേ, എനിക്ക് എൻ്റെ അരുമനാഥനെ കണ്ടാലേ പറ്റത്തുള്ളൂ. അവനെ എന്തോ ചെയ്യുമെന്നറിയത്തില്ല, എങ്ങനെ എടുത്തോണ്ട് പോകുമെന്നും അറിയത്തില്ല. ബട്ട് ഐ വാണ്ട് ടു സീ. അവനെ എനിക്ക് തരണം, അവനെ എനിക്ക് തരണം, അവനെ എനിക്ക് തരണം. എൻ്റെ സഹോദരങ്ങളെ, എന്നാൽ യേശു അവളെ മറിയ എന്ന് പേരൊന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവളുടെ തല മാറാൻ തുടങ്ങി, അവളുടെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി. അവൾ തിരികെ അന്നേരം വരെ തോട്ടക്കാരനെന്ന് നിരൂപിച്ചവനെ റബൂനി എന്ന് വിളിച്ച് അവൾ ചലിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇന്നലകളിലും ഇന്ന് പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവം നമുക്ക് വേണ്ടി സഹായത്തിനായി ചിലരെ അയച്ചു തന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി സഹായത്തിനായി പലരെയും അയച്ചു തന്നിട്ടുണ്ട്. പല ഓഫീസുകളിൽ, പല വേദനകളിൽ, പല യാത്രകളിൽ, പല തിരസ്കരണങ്ങളിൽ, പലപ്പോഴും പല മാനുഷിക ഫോൺ കോളുകൾ, പല മാനുഷിക സഹകാരികൾ, പല മാനുഷിക സ്നേഹിതർ നിങ്ങളെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളെ പ്രേയറിൽ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങളെ അവർ പല വിധത്തിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞേക്കാം. പക്ഷേ ആ ഹ്യൂമൻ പ്രസൻസിനപ്പുറം, മാനുഷിക സ്നേഹത്തിന്, മാനുഷിക സാന്നിധ്യത്തിനപ്പുറം എനിക്കൊരു ദൂതന്റെ സാന്നിധ്യം വേണോ? എനിക്കൊരു ദൂതന്റെ സാന്നിധ്യം പോരാ. എനിക്ക് ദൂതന്റെ സാന്നിധ്യം കിട്ടിയാൽ പോരാ, ദൂതന്റെ സാന്നിധ്യത്തിൽ അപ്പുറമായി എനിക്കൊരു ദൈവ സാന്നിധ്യത്തിലേക്ക് വരണം. ഹോളി സ്പിരിറ്റ്. ഏലിയാവേ, ആരംഭത്തിൽ ആരാ തങ്ങളെ സപ്പോർട്ട് ചെയ്തത്? ഏലിയാവ് പറയും, ഊരും പേരും ഇല്ലാത്ത ഒരു കാക്ക. പിന്നെ ആരാ സപ്പോർട്ട് ചെയ്തത്? സരപ്തയിലെ ഒരു വിധവ. പിന്നെ ആരാ സപ്പോർട്ട് ചെയ്തത്? ഒരു ദൂതൻ. കണ്ടോ ആ റാങ്കിന്റെ ഏറ്റം? കണ്ടോ? കാക്കയെ കൊണ്ട് ആഹാരം മേടിച്ചവൻ ഇപ്പൊ ഒരു മനുഷ്യ കുലത്തിൽപ്പെട്ട ഒരു സ്ത്രീയിൽ നിന്ന് ആഹാരം മേടിക്കുക. അവിടെ നിന്ന് വീണ്ടും ഇത് ഓരോ സമയവും തൻ്റെ പോരാട്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആദ്യം മഴ പെയ്യുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ നാട്ടിലൊക്കെ വെള്ളമുണ്ട്. മഴ പെയ്യുന്നു, നാട്ടിൽ വെള്ളമുണ്ട്. പ്രതിസന്ധിയുടെ ആദ്യത്തെ സീസണാ. അവിടെ തനിക്കൊരു കാക്കയ സഹായം. പക്ഷേ മഴയുമില്ല, നാട്ടിൽ വെള്ളവുമില്ല, പ്രതിസന്ധി കുറച്ചും കൂടെ രൂക്ഷമായി. അപ്പോൾ ഒരു മനുഷ്യന സഹായം. ഇപ്പോൾ പ്രശ്നം അതുമാറി. ഇപ്പോൾ ജീവാപായം, ഇപ്പോൾ കൊല്ലുമെന്നുള്ള ഭീഷണി, രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ തനിക്കെതിരെ നിൽക്കുകയാ. ഇവിടെ ഏലിയാവിനെ സഹായിക്കുന്നത് ഒരു മനുഷ്യനുമല്ല, ഒരു കാക്കയുമല്ല, ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഉറങ്ങിക്കിടന്ന ഏലിയാവിനെ തട്ടി ഉണർത്തി ഏലിയാവിന് ഭക്ഷണം നൽകി. 40 ദിനരാത്രങ്ങൾ താൻ ആരെയും കണ്ടില്ല. ഹോരേബിന്റെ മുൾപ്പടർപ്പിലിരുന്ന് ഭൂകമ്പവും വെടിയും പുകയും തീയും ഒക്കെ കഴിഞ്ഞു. അതിനകത്തൊന്നും താൻ തൃപ്തനായില്ല. ഒടുവിൽ മുഖം മൂടി താൻ പുറത്തു വന്നത് എപ്പോഴാകുന്നുവെന്നറിയാമോ? മന്ദസ്വരത്തിൽ ഏലിയാവേ, ഏലിയാവേ എന്ന് വിളിക്കുന്ന ദൈവ സാന്നിധ്യത്തിനകത്ത്. അവിടെ നിന്ന് ഏലിയാവ് തിരിഞ്ഞു. അവിടെ നിന്ന് ഏലിയാവ് അടുത്ത നിയോഗത്തിലേക്ക് കയറി. അവിടെ നിന്ന് ഏലിയാവ് ഹസായേലിനെയും യേഹുവിനെയും എലീശയെയും അടുത്ത
അടുത്ത ജനറേഷനെ, അടുത്ത കാലഘട്ടത്തെ, അടുത്ത തലമുറയെ അഭിഷേകം ചെയ്യുന്ന ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് താൻ കയറി. ഞാൻ പറയട്ടെ, an encounter with God. ഇന്ന് പകൽ പ്രാർത്ഥിച്ചു കയറിയോട്ട് ഒരു ഹ്യൂമൻ എൻകൗണ്ടർ അല്ല, ഒരു ഏഞ്ചലിക് എൻകൗണ്ടർ അല്ല, ഒരു ഡിവൈൻ, the God, the Lord himself, the Lord himself, കർത്താവ് തന്നെ, കർത്താവ് തന്നെ, കർത്താവ് എനിക്ക് പ്രത്യക്ഷനായി. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം. ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നൽകിയിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ എൻ്റെ സാന്നിധ്യത്തിൽ കൂടെ നീ ശക്തീകരിക്കപ്പെടുകയോ, എൻ്റെ സാന്നിധ്യത്തിൽ കൂടെ നീ സഹായിക്കപ്പെടുകയോ, എൻ്റെ സാന്നിധ്യത്തിൽ കൂടെ നീ നീതി എന്തെന്ന് അറിയുകയും ചെയ്യോ. എൻ്റെ സാന്നിധ്യത്തിൽ കൂടെ നീ ശക്തീകരിക്കപ്പെടോ, എൻ്റെ സാന്നിധ്യത്തിൽ കൂടെ നീ സഹായിക്കപ്പെടോ, എൻ്റെ സാന്നിധ്യത്തിൽ കൂടെ എൻ്റെ നീതി എന്ത് എന്ന് നീ തിരിച്ചറിയോ. സ്തോത്ര. ഈ സാന്നിധ്യം എന്ന് നാം പഠിക്കുമ്പോൾ എന്താണ് ഈ സാന്നിധ്യം? ഈ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 1, 2, 3 ഭാഗങ്ങളിൽ കൂടെ നമുക്ക് വേഗത്തിൽ സഞ്ചരിക്കാം. ഞാൻ മോശയുടെ കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോശയുടെ അടുക്കൽ ചെന്ന് ചോദിക്കുക, മോശെ എന്താണ് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം? മോശെ, ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്നേഹിതനെ പോലെ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളതൊക്കെ അങ്ങയോടെയല്ലേ? എന്താണ് ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ സ്റ്റെപ്പ്? എന്താണ് ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം? സ്തോത്ര. എന്നാൽ അതിൻ്റെ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് 33:12, അവിടെ ദൈവം മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവേ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചല്ലോ, എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് ഇന്നുവരെ നീ എന്നോട് പറഞ്ഞിട്ടില്ല. മോശയുടെ അടുക്കൽ മോശ ഇപ്പൊ ദൈവത്തോട് പറയാ, കർത്താവേ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് നീ പോയി ജനത്തെ വിടുവിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അന്ന് ആരും എൻ്റെ കൂടെ അയക്കാമെന്ന് പറഞ്ഞില്ലല്ലോ. പകരം ഞാൻ നീ പറഞ്ഞ വാക്കിനെ വിശ്വസിച്ചല്ലേ പോയത്. അന്ന് നീ ആരെയും എന്നോടുകൂടെ അയക്കാമെന്ന് പറഞ്ഞില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. കർത്താവേ, ഞാൻ ആ ഉദ്യമം ചെയ്യാൻ, ഞാൻ ആ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരാൻ എനിക്ക് സപ്പോർട്ടായിട്ട് ആരും തരുമെന്ന് നീ എന്നോട് പറഞ്ഞില്ല. എനിക്കൊരു മനുഷ്യനെ തരുമെന്നോ, എനിക്കൊരു ദൂതനെ തരുമെന്നോ, എനിക്ക് ആരെയും തരുമെന്ന് നീ പറഞ്ഞില്ല. പക്ഷേ എൻ്റെ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലല്ല, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുകയായിരുന്നു. ഓ എന്ന് പറഞ്ഞാൽ, കർത്താവേ, നീ എന്നോട് ഒരിക്കലോ ഇന്ന് നിന്നെ സഹായിക്കാൻ ഒരു MLA വരുമെന്നോ, ഇന്ന് നിന്നെ സഹായിക്കാൻ ഒരു കേന്ദ്രമന്ത്രി വരുമെന്നോ, ഇന്ന് നിന്നെ സഹായിപ്പാൻ നിന്റെ കുടുംബത്തിൽപ്പെട്ട പണക്കാരൻ വരുമെന്നോ, ഇന്ന് നിന്നെ സഹായിപ്പാൻ സെനറ്റിലെ ബോർഡിലുള്ള ഒരാൾ വരുമെന്നോ ഒരിക്കലും നീ എന്നോട് പറഞ്ഞില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടവേളകളിലൊക്കെയോ ഞാൻ നിന്നെ അടുത്തറിഞ്ഞു. യു വാസ് ദെയർ, നീ എന്നോട് കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഓ, അതാണ് മോശ പറയുന്നത്. എനിക്കൊരു ഹ്യൂമൻ പ്രസൻസ് അല്ല, എനിക്കൊരു ഏഞ്ചലിക് പ്രസൻസ് അല്ല, പകരം എന്റെ പ്രതികൂലങ്ങളിൽ ആര് നിന്നോടുണ്ടാകുമെന്ന്, ആര് നിന്നോട് ചേർന്ന് നിൽക്കുമെന്ന്, ആര് നിനക്ക് സപ്പോർട്ടായിരിക്കുമെന്ന് നീ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. മോശ പറയുക, അതായിരുന്നു ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിന്റെ ഒന്നാമത്തെ മേഖല. ഓ, പ്രശ്നം വന്നപ്പോ ഇവിടെ നിന്നോടുകൂടെ ആരുണ്ടാകുമെന്ന് പറഞ്ഞില്ല. വേദന വന്നപ്പോൾ ഇവിടെ നിന്നോടുകൂടെ ആരുണ്ടാകുമെന്ന് പറഞ്ഞില്ല. സങ്കടം വന്നപ്പോൾ ഇവിടെ നിന്റെ കൂടെ ആര് കൈപിടിക്കുമെന്ന് പറഞ്ഞില്ല. നിരാശ വന്നപ്പോൾ ഇവിടെ ആര് നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ല. അത് തന്നെയായിരുന്നു നിന്റെ സാന്നിധ്യത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞോട്ടെ, ജീവിതത്തിന്റെ ചില പ്രതികൂലങ്ങളുടെ നടുവിൽ ആര് സഹായിക്കുക, ആര് കൂടെ നിൽക്കുക, ആര് സംരക്ഷിക്കുമെന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ അസാധാരണമായ ഒരു നിശബ്ദത, ദൈവത്തിന്റെ മൗനത. ഓ, ദൈവത്തിന്റെ മൗനത. ദൈവം ചിലതൊക്കെ നിന്നോട് അറിയിച്ചു തരാതിരിക്കുമ്പോൾ അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. നീ എന്നോട് അത് അറിയിച്ചു തന്നില്ല, അതെന്റെ ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. മറുപടി കിട്ടാത്ത പ്രാർത്ഥനകളെ നോക്കി പറ, that is the presence of God. ദൈവത്തിന്റെ മൗനത, the silence of God, that is the presence of God. Oh,
ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് നീ അറിയിച്ചു തന്നില്ല. നീ എനിക്കൊരു ഇൻഫർമേഷൻ തന്നില്ല. നീ എനിക്കൊരു ആൻസർ തന്നില്ല. നീ എന്നോടൊന്ന് റെസ്പോണ്ട് ചെയ്തില്ല. അവിടെ ഞാൻ പക്ഷേ നിന്റെ റെസ്പോൺസ് എനിക്ക് കിട്ടിയില്ല. നിന്റെ ഒരിക്കലും അറിവ് കിട്ടിയില്ല. എനിക്കൊരു പുതിയ പ്രസംഗം കിട്ടിയില്ല. എനിക്കൊരു പുതിയ കണക്ഷൻ കിട്ടിയില്ല. പക്ഷേ ആ സ്ഥലത്ത് ഞാൻ എൻ്റെ ചാരത്തിറങ്ങി വരുന്ന, എൻ്റെ സമീപത്തിൽ ഇറങ്ങി വരുന്ന നിന്റെ സാന്നിധ്യത്തെ ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ട് സഹായത്തിനൊരു വഴി നീ കാണാതിരിക്കുന്നിടത്ത്, ആശ്രയത്തിനൊരു മുഖവും കാണാതിരിക്കുന്നിടത്ത്, ദിവസങ്ങളായി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്താണൊരു വഴി, ഏതാണൊരു മാർഗമെന്ന് നിന്റെ മുമ്പിൽ വെളിപ്പെടാതിരിക്കുന്നിടത്ത്, ഓ നീ അവിടെ ദൈവത്തെ അടുത്തറിയാൻ പോവുകയാണ്. നീ അവിടെ ദൈവത്തെ അടുത്തറിയാൻ പോവുകയാണ്. ഓ നിനക്കൊരു ഹ്യൂമൻ സപ്പോർട്ട്, നിനക്കൊരു ഏഞ്ചലിക് സപ്പോർട്ട് വെളിപ്പെട്ട് വരത്തില്ല. പക്ഷേ ഞാൻ ഉറപ്പായി പറയട്ടെ, നീ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അറിയാൻ പോവാ. എത്ര പ്രാർത്ഥിച്ചിട്ടും നിനക്കൊരു ദൂത് വെളിപ്പെടുന്നില്ല. ഓ നിന്നെ ഒരു ദൂതിനകത്തല്ല നിന്നെ പറഞ്ഞു വിടാൻ പോകുന്നത്. എത്ര പ്രാർത്ഥിച്ചിട്ടോ ഒരു സഹായത്തിന്റെ കരം നിനക്ക് വെളിപ്പെട്ട് വരുന്നില്ല. കാരണം ദൈവം ഒരു സഹായത്തിന്റെ വ്യക്തിയെയോ ഒരു ദൂതിനെയോ നൽകി നിന്നെ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം നീ ദൈവത്തെ അടുത്തറിയാൻ a close encounter. ഇന്ന് പകൽ ചില ദൈവിക നിശബ്ദതകളെ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോയാട്ട്, ദൈവത്തിന്റെ മൗനതകളെ, ദൈവത്തിന്റെ നിശബ്ദതകളെ ദൈവ സാന്നിധ്യത്തിലേക്ക്, ഓ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇതിനകത്ത് ദൂതന്മാർ ഇറങ്ങുന്നല്ല, നീ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി പോകുന്ന പരിശുദ്ധാത്മാവ് lift to the presence of God. പരിശുദ്ധാത്മാവ് ദൈവ സാന്നിധ്യത്തിലേക്ക് ജനത്തെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. മറുപടി ലഭിക്കാത്ത, ഉത്തരം കിട്ടാത്ത, റെസ്പോൺസ് കിട്ടാത്ത വിഷയങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം. ജനത്തെ കൂട്ടിക്കൊണ്ടുപോക എന്ന് നീ എന്നോട് കൽപ്പിച്ചു. കൽപ്പിക്കാൻ നേരം നീ എൻ്റെ അവിടെ ഉണ്ടായിരുന്നു. നിയോഗത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു, കൽപ്പനയുടെ ശബ്ദം ഞാൻ കേട്ടു. പക്ഷെ എൻ്റെ ക്വസ്റ്റ്യനുകൾക്കൊന്നും നീ ആൻസർ തന്നില്ല. എൻ്റെ ആശങ്കകൾക്കൊന്നും നീ മറുപടി തന്നില്ല. യു ആർ സൈലന്റ്. മോശ പറയാ, കർത്താവേ ഹോരേബിന്റെ മുൾപ്പടർപ്പിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടന്നപ്പോ എൻ്റെ ജനത്തെ വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു. എങ്ങനെ സംഭവിക്കുമെന്ന് നീ പറഞ്ഞില്ല. പക്ഷെ ഓരോ സാഹചര്യത്തിലും I felt your presence. മറുപടി കിട്ടാത്ത ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം നിന്റെ സാന്നിധ്യം അറിഞ്ഞു. ശത്രുവിന്റെ വെല്ലുവിളി ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം നിങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞു. അതാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. എന്നിട്ട് അതിന്റെ 12-ാം വാക്യത്തിൽ അദ്ദേഹം അടുത്തത് പറയുകയാണ്, അങ്ങയുടെ നിശബ്ദതയിൽ ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തെ അറിഞ്ഞു. അങ്ങയുടെ മൗനതയിൽ ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തെ അറിഞ്ഞു. അടുത്ത ഭാഗത്ത് പറയുകയാണ്, അടുത്ത് നീ വന്നു നിന്നിട്ട് ആ സാന്നിധ്യത്തിൻ്റെ കൺഫർമേഷനായി എന്നോട് പറഞ്ഞതൊരൊറ്റ വാക്ക. ആ സാന്നിധ്യത്തിൻ്റെ കൺഫർമേഷനായി എന്നോട് പറഞ്ഞതൊറ്റ വാക്ക, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യത്തിൻ്റെ 2 തലങ്ങൾ മോശ പറയും. ഞാൻ അനുഭവിക്കുന്ന ദൈവിക നിശബ്ദതയും
ഞാൻ അനുഭവിക്കുന്ന ദൈവിക കൃപയും. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് അന്നേരം തന്നെ മറുപടി കിട്ടിയാൽ എനിക്കതിനകത്തൊരിക്കലും കൃപ ലഭിക്കത്തില്ല. മറുപടിയും കൃപയും കൂടെ ഒരുമിച്ച് കിട്ടത്തില്ല. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതിരുന്നപ്പോൾ ആശങ്കയുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു, കൃപ 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 കൃപ. മറുപടിയില്ലാത്ത വിഷയങ്ങൾ, അത് കൃപയുടെ ഉറവിടം തുറക്കുന്ന സമയമാണ്. കൃപയുടെ ചാലുകൾ തുറക്കുന്ന സമയമാണ്. നിന്റെ മറുപടികൾ നിനക്ക് വിടുതലുകളെ തരുമ്പോൾ ദൈവത്തിൻ്റെ നിശബ്ദതകൾ കൃപയെ നൽകുകയാണ്. കൃപയെ നൽകുകയാണ്. ഇന്ന് പകൽക്കാലം വ്യക്തിപരമായി നിങ്ങളുടെ അടുക്കൽ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ മറുപടിയാണോ ശ്രേഷ്ഠം? ദൈവത്തിൻ്റെ കൃപയാണോ ശ്രേഷ്ഠം? കൃപ, the favor of God, the grace of God. ഒരു നിമിഷം ഹൃദയം തുറന്ന് ദൈവത്തോട് പറഞ്ഞാട്ടെ. അപ്പം ഇന്നലകളിലെ മൗനതകളിൽ എവിടെയൊക്കെയോ അധൈര്യപ്പെട്ടു പോയി. പക്ഷെ ഇന്ന് പകൽ ഞാൻ അറിയുന്നു, ആ മൗനതയ്ക്കകത്ത് നിന്റെ സാന്നിധ്യമുണ്ട്. ആ മൗനതയ്ക്കകത്ത് നിന്റെ കൃപയുണ്ട്. സാന്നിധ്യം എന്താണെന്ന് മോശയുടെ അടുക്കൽ ചോദിച്ചാൽ മോശ പറയും, അത് ദൈവത്തിൻ്റെ നിശബ്ദതയും അത് ദൈവത്തിൻ്റെ കൃപയുമാണ്. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ആ സാന്നിധ്യം അത് ദൈവത്തിൻ്റെ നിശബ്ദതയും ദൈവത്തിൻ്റെ കൃപയുമാണ്. സ്തോത്രം. മോശയുടെ അടുക്കൽ ചോദിച്ചാൽ മോശ പറയും, സാന്നിധ്യം എന്നാൽ ദൈവത്തിൻ്റെ കൃപയാണ്, സാന്നിധ്യം എന്നാൽ ദൈവത്തിൻ്റെ നിശബ്ദതയാണ്. എന്നാൽ ഇത് ദൈവം മോശയുമായുള്ള കോൺവെർസേഷനിൽ പറഞ്ഞതാണ്. ഏറിയ നാളുകൾക്ക് ശേഷം മോശ മരിക്കുമ്പോൾ, മോശയുടെ മരണത്തോട് അടുക്കുന്ന സമയത്ത് മോശ നിയുക്തനായിരിക്കുന്ന, മോശയ്ക്ക് ശേഷം ജനത്തെ നയിക്കുവാൻ നിയുക്തനായിരിക്കുന്ന യോശുവയെ അരികെ വിളിച്ചു നിർത്തി ആവർത്തന പുസ്തകം 31 അധ്യായം അതിൻ്റെ 8 വാക്യത്തിലേക്ക് വരുമ്പോൾ, ആവർത്തന പുസ്തകം 31 അധ്യായം അതിൻ്റെ 8 വാക്യത്തിൽ പറയുകയാണ്, യോശുവ, യഹോവ നിനക്ക് മുമ്പായി നടക്കും. ആവർത്തനം 31:8 യഹോവ മോശയോട് പറയുകയാണ്, മോശ യോശുവയോട് പറയുകയാണ്, യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കും. ഒന്നാമത് പറയുകയാണ്, നീ നടക്കുമ്പോൾ ദൈവം നിനക്ക് എങ്ങനെയായിരിക്കും നടക്കുന്നതെന്നറിയാമോ? നടക്കുമ്പോൾ ദൈവം നിന്റെ മുമ്പിൽ നടക്കും. നടക്കുമ്പോൾ ദൈവം നിന്റെ മുമ്പിൽ നടക്കും. ദൈവ സാന്നിധ്യത്തെ മോശ അവിടെ വരച്ചു കാണിക്കുകയാണ്. നടക്കുമ്പോൾ ദൈവം നിനക്ക് മുമ്പിൽ നടക്കും. പക്ഷേ ഇരിക്കുമ്പോൾ ദൈവം നിന്റെ മുമ്പിൽ കയറിയിരിക്കത്തില്ല. കണ്ടോ, എന്തൊരു മനോഹരമായിട്ടാ മോശ അത് പറയുന്നത്. നടക്കുമ്പോൾ അവൻ നിനക്ക് മുമ്പിൽ നടക്കും, പക്ഷെ ഇരിക്കുമ്പോൾ അവൻ നിന്റെ കൂടെ ഇരിക്കും. എന്തൊരു മഹത്വം! നടക്കുമ്പോ മുമ്പിൽ നടക്കും, ഇരിക്കുമ്പോ കൂടിരിക്കും. നടക്കുമ്പോ മുമ്പിൽ നടക്കും, ഇരിക്കുമ്പോ കൂടിരിക്കും. യെസ്, ഇരിക്കുന്നിടം വരുമ്പോ അവൻ മുമ്പിൽ ഇരുത്തിയിട്ട് നിന്നെ പുറകിൽ തള്ളുന്നവനല്ല. നടക്കുമ്പോ പ്രതിസന്ധികളുടെ നടുവിൽ അവൻ മുമ്പിലിരിക്കുക. പ്രതികൂലങ്ങളുടെ നടുവിൽ അവൻ മുമ്പിലിരിക്കുക. യുദ്ധങ്ങളുടെ നടുവിൽ അവൻ മുമ്പിൽ നിൽക്കുക. പക്ഷേ നീ ഇരിക്കുന്ന സമയം വരുമ്പോൾ he will sit with you. ആരാധന. മനുഷ്യൻ തിരിച്ച, മനുഷ്യൻ നടക്കുമ്പോൾ കൂടെ നടക്കും, ഇരിക്കാൻ ചെല്ലുമ്പോൾ മുന്നിൽ കയറിയിരിക്കുക. ഇത് മനുഷ്യന്റെ പ്രകൃതമാ. പക്ഷെ ദൈവം എന്താണെന്നറിയാമോ? നടക്കുമ്പോൾ നിനക്ക് വേണ്ടി ദുർഘടങ്ങളെ നിരപ്പാക്കി, നിനക്ക് വേണ്ടി താമ്രക്കതകുകളെ തകർത്ത്, നിന്റെ ആവശ്യങ്ങളെ നിറവേറ്റി, ശത്രു നിന്നെ കാണാതെ, ദുഷ്ടൻ നിന്നെ തൊടാതെ നിനക്ക് മുൻപടയായി അവൻ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇരിക്കുമ്പോൾ അവൻ നിന്നെ പിടിച്ച് തന്നോട് കൂടെ ഇരുത്തി ഒരുമിച്ചിരിക്കുക. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ട് നടക്കുമ്പോൾ മുമ്പിൽ നടക്കുന്ന, ഇരിക്കുമ്പോൾ കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഇന്ന് പകല സാന്നിധ്യത്തെ റിസീവ് ചെയ്തേ. നടക്കുമ്പോ മുമ്പിൽ നടക്കുന്ന, ഇരിക്കുമ്പോ കൂടിയിരിക്കുന്ന, നടക്കുമ്പോ മുമ്പിൽ നടക്കുന്ന, ഓ ഗോ ബിഫോർ thee and sit with you. ഓ റബപ്രവശാലി, മുമ്പിൽ നടക്കോ, കൂടിയിരിക്കുക. ദൈവസാന്നിധ്യത്തിന്റെ മഹത്വം കണ്ടോ? അവൻ മുമ്പിൽ നടക്കും, കൂടിരിക്കുക. അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. എന്നിട്ട്
എന്നിട്ട് അടുത്തതായിട്ട് മുമ്പിൽ നടക്കും, കൂടെ ഇരിക്കുക. എന്നിട്ട് അടുത്തതായി മോശ യോശുവയോട് പറയുകയാണ്, നിന്നെ കൈവിടുകയുമില്ല, നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. നിന്നെ കൈവിടുകയുമില്ല, നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. നിന്നെ കൈവിടുകയുമില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ഇതേ ഭാഗമാണ് കാലങ്ങൾ കഴിഞ്ഞ് യെശയ്യാ 41:10 വരുമ്പോൾ പറഞ്ഞത്, ദൈവം നിന്നോടുകൂടെ ഇരിക്കുക, നീ ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കുകയും അരുത്. ഇതാ ദൈവ സാന്നിധ്യം. മോശയുടെ കാലമായാലും യോശുവയുടെ കാലമായാലും യെശയ്യാവിന്റെ കാലമായാലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഒരു ഭംഗം വരത്തില്ല. മുമ്പായി നടക്കുന്നവൻ, കൂടെ ഇരിക്കുന്നവൻ നിന്നെ കൈവിടുകയുമില്ല, നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. ഹോളി സ്പിരിറ്റ്. ദൈവ സാന്നിധ്യത്തെ കുറിച്ച് മോശ പറയാ, അവൻ്റെ നിശബ്ദതകളിൽ ഞാൻ ആ സാന്നിധ്യം അറിഞ്ഞോ. അവൻ്റെ കൃപയാണ് എനിക്ക് ലഭിച്ച സാന്നിധ്യം. ആ സാന്നിധ്യം എൻ്റെ മുമ്പിൽ പോകുക, എൻ്റെ കൂടെ ഇരിക്കുന്നതാണ്. സ്തോത്ര. ജീവിതത്തിൻ്റെ സാന്നിധ്യങ്ങളെ കുറിച്ച് മോശ പറഞ്ഞു തുടങ്ങി. ഏറെക്കാലം, ചില നാളുകൾക്ക് ശേഷം മോശ മരിച്ചു. മോശ മരിച്ചതിന് ശേഷം യോശുവയോട് ദൈവം സംസാരിക്കുകയാണ്. യോശുവയോട് എന്താണ് ദൈവം പറഞ്ഞത്? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് യോശുവ 1:1 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്. എൻ്റെ സഹോദരങ്ങളെ, യോശുവയോട് ദൈവം സംസാരിച്ചു തുടങ്ങുന്നത് മോശയുടെ മരണത്തിന് ശേഷമാണ്. വാസ്തവത്തിൽ യോശുവയുടെ ലൈഫിലെ ഏറ്റവും നല്ല കംഫോർട്ട് സോൺ ഏതായിരുന്നു എന്നറിയാമോ? മോശ ജീവിച്ചിരിക്കുന്ന സീസൺ ആയിരുന്നു. മോശ ജീവിച്ചിരിക്കുന്ന സീസൺ. താൻ യുദ്ധത്തിന് പോയാൽ മുകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനുണ്ട്. താൻ ഏത് അവസ്ഥയിലും ആകുലതയിലും കടന്നു ചെല്ലുവാൻ തക്കവണ്ണ ഒരു നല്ല ലീഡർ അവിടെയുണ്ട്. ആമേൻ. തനിക്ക് ഭയങ്കര കംഫോർട്ട് സോൺ ആയിരുന്നു. പക്ഷേ ആ കംഫോർട്ട് സോൺ ഒരു ദിവസം ദൈവം പൊളിച്ചു. മോശ നെബോ എന്ന പർവ്വതത്തിൽ പിസ്ഗ എന്ന കൊടുമുടിയിലേക്ക് കയറിപ്പോയപ്പോൾ ജീവിതത്തിൽ ആദ്യമായി യോശുവ അനാഥത്വം എന്തെന്നറിഞ്ഞു. യോശുവ തന്റെ ജീവിതത്തിന്റെ മധ്യവയസ്സിനോട് അടുക്കുമ്പോൾ ആമേൻ, അനാഥത്വം എന്തെന്നറിഞ്ഞു. അന്നുവരെ യോശുവ അനാഥത്വം അറിഞ്ഞിട്ടില്ല. അന്നുവരെ യോശുവ അത്ഭുതങ്ങളെ കണ്ടിട്ടുള്ളൂ. അന്നുവരെ യോശുവ ജയങ്ങളെ കണ്ടിട്ടുള്ളൂ. അന്നുവരെ യോശുവ അനുഗ്രഹങ്ങളെ അനുഭവിച്ചിട്ടുള്ളൂ. അന്നുവരെ യോശുവ എപ്പോഴും ഒരു കംഫോർട്ട് സോണിനകത്തായിരുന്നു. എന്നാൽ അവന്റെ കംഫോർട്ട് സോൺ പൊളിച്ച ദിവസത്തിൽ ദൈവം യോശുവയോട് സംസാരിച്ചു തുടങ്ങി. ഇന്ന് പകൽ ഞാൻ അതിൽ നിന്ന് ഒന്ന് പറയട്ടെ. ദൈവത്തിന് നിന്നോടൊരു പേഴ്സണൽ എൻകൗണ്ടർ വരണമെങ്കിൽ ചില കംഫോർട്ട് സോണുകൾ പൊളിച്ചേ പറ്റത്തുള്ളൂ. ഇന്നലകളിൽ പൊളിഞ്ഞ കംഫോർട്ട് സോണുകൾക്ക് സ്തോത്ര. ഇന്ന് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് സ്തോത്ര. നാളെ പൊളിയാൻ പോകുന്നതിന് സ്തോത്ര. കാരണം എവിടെ എന്റെ കംഫോർട്ട് സോൺ പൊളിയുന്നോ, എവിടെ എന്റെ ലീഡർഷിപ്പ് എനിക്ക് നഷ്ടമാകുന്നോ, എവിടെ ഞാൻ ഒരു ഓർഫൻ എന്ന് തിരിച്ചറിയുന്നോ, എവിടെ ഞാൻ ഒറ്റപ്പെടുന്നോ, അവിടെ എനിക്ക് ദൈവം തന്റെ കൃപയുടെ, തന്റെ വാഗ്ദത്തങ്ങളുടെ, തന്റെ എൻകൗണ്ടറിന്റെ അടുത്ത തലം തുറന്നു തരൂ. Holy Spirit. Lasere deni 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 deni. Rudana dara dara satari. രണ്ടാം വാക്യത്തിൽ ദൈവം യോശുവയോട് പറയാ. യോശു അന്ന് വരെ പറയുന്നേ, എൻ്റെ അപ്പച്ചൻ പോയേ, എൻ്റെ അപ്പച്ചൻ പോയേ, എൻ്റെ അപ്പച്ചൻ പോയേ. ഇതാ യോശുവ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ദൈവ യോശുവയുടെ അടുക്ക വന്നിട്ട് പറഞ്ഞു, യോശുവ, നിന്റെ അപ്പച്ചനല്ല മരിച്ചത്, എൻ്റെ ദാസനായ മോശ മരിച്ചു. എൻ്റെ ദാസനായ മോശ മരിച്ചു. നിനക്കവനോടുള്ള ബന്ധത്തെക്കാട്ടിലും എനിക്കവനോടുള്ള ബന്ധം വലിയതാ. നിന്റെ അപ്പച്ചനാ, പക്ഷേ അവൻ എൻ്റെ ദാസനാ. ഞാൻ അവനിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചു, ഞാൻ അതവനിൽ പൂർത്തീകരിച്ചു. ജീസസ്. എന്നിട്ട് ദൈവം ഇങ്ങനെ ഓരോന്നോരോന്നായി യോശുവയോട് പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം യോശുവയോട് തൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുക. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ തൊട്ട് മുമ്പോട്ട് പോവുക. ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. എന്നിട്ട് മോശ പറഞ്ഞതിനെ ദൈവം അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തു. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മോശ യോശുവയുടെ അടുക്ക പറഞ്ഞു, യോശുവ,
അവൻ നിനക്ക് മുൻപായി പോകും, നിന്നോട് കൂടെ ഇരിക്കും, അവൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതിനെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ദൈവം യോശുവായ്ക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് നിനക്ക് പണ്ടേ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് ഞാൻ ലാസ്റ്റിൽ പറയാം. ഒന്നാമതായി ഞാൻ നിന്നോട് പറയാം, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ നീ ജയോത്സവമായി നടക്കുക. നോ ഹ്യൂമൻ പവർ ക്യാൻ സബ്ഡ്യൂ യു. ഒരു നിന്നെ ഓവർകം ചെയ്യാൻ ഒരു ഹ്യൂമൻ പവറിനും കഴിയത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം മാനുഷിക പ്രബലതകളെ നിശ്ചലമാക്കുന്നതാണ്. ദൈവത്തിന്റെ സാന്നിധ്യം മാനുഷിക പ്രബലതകളെ, മാനുഷിക വല്ലഭത്വങ്ങളെ നിർമൂലമാക്കുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ഞാൻ വേഗത്തിൽ 2-3 ഭാഗങ്ങളെ പറഞ്ഞു പോകട്ടെ. മോശ പറഞ്ഞു ദൈവത്തിന്റെ സാന്നിധ്യം അത് ദൈവത്തിന്റെ മൗനതയിൽ വെളിപ്പെടുന്ന കൃപയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും യോശുവയോട് പറഞ്ഞു, അത് നിനക്ക് മുൻപായി പോയി നിന്നോട് കൂടെ ഇരിക്കുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യമെന്ന്. എന്നിട്ട് പിന്നെയും യോശുവയോട് പറയുകയാണ്, യോശുവ, എന്റെ സാന്നിധ്യം മനുഷ്യ ബലത്തിന്മേൽ നിനക്ക് ജയം നൽകുന്നതാണ് എന്ന് പറഞ്ഞു. വീണ്ടും അതിന്റെ 3-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരാം. എന്താണ് ദൈവത്തിന്റെ സാന്നിധ്യം? ഭക്തനായ ദാവീദിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ ദാവീദ് അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്, സുപരിചിതമായ വേദഭാഗ 23-ാം സങ്കീർത്തനം 4-ാം വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. അവിടെ ദൈവ സാന്നിധ്യത്തിന് ദാവീദ് പറയുന്ന ഭാഗം ദൈവത്തിന്റെ സാന്നിധ്യം ആശ്വാസം എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം ആശ്വാസമാണ്. കണ്ടോ, മോശയ്ക്ക് ദൈവ സാന്നിധ്യത്തെ കുറിച്ച് പറയുവാനൊന്നുണ്ട്, യോശുവായ്ക്ക് ദൈവ സാന്നിധ്യത്തെ കുറിച്ച് പറയുവാനൊന്നുണ്ട്, ദാവീദിന് ദൈവ സാന്നിധ്യത്തെ കുറിച്ച് പറയുവാനുണ്ട്. വീണ്ടും യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്തോത്ര, 2-ാം വാക്യത്തിൽ പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി കടന്നാൽ വെന്തു പോകുകയുമില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേകത പറയുകയാണ്, ഒരു പ്രതിസന്ധികളിലോ നീ തകർന്നു പോകത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ആശ്വസിപ്പിക്കുക മാത്രമല്ല, യെശയ്യാ 43-ൽ പറയുകയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം നീ ദഹിച്ചു പോകാതെ, നീ മുങ്ങിപ്പോകാതെ, നീ ഒഴുകിപ്പോകാതെ, നീ സംരക്ഷിക്കപ്പെടുന്ന തലമാണ് ദൈവത്തിന്റെ സാന്നിധ്യം. എത്ര വെല്ലുവിളിയോ പ്രതികൂലമോ ഉണ്ടെങ്കിലോ ദൈവ സാന്നിധ്യത്തിൽ നീ സംരക്ഷിക്കപ്പെടും. മനസ്സിനകത്ത് വെച്ചുകൊള്ളണമേ, മോശയോട് പറഞ്ഞ ദൈവ സാന്നിധ്യം, യോശുവയോട് പറഞ്ഞ ദൈവ സാന്നിധ്യം, ദാവീദ് അനുഭവിച്ച ദൈവ സാന്നിധ്യം, യെശയ്യാ 43-ൽ യാക്കോബിനോട് പറയുന്നതായ, വീണ്ടെടുക്കപ്പെട്ടവനോട്, തെരഞ്ഞെടുക്കപ്പെട്ടവനോട് പറയുന്നതായ ദൈവ സാന്നിധ്യം. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കാം, നീ മിദ്യാന്യരെ ഒരു മനുഷ്യനെ പോലെ തോൽപ്പിക്കാം. അവിടെ ദൈവം ഗിദെയോനോട് പറയുകയാണ്, ഗിദെയോൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം, അതുകൊണ്ട് നിന്റെ യുദ്ധം ഒഴിഞ്ഞു പോകത്തില്ല, നിന്റെ പ്രശ്നം മാറിപ്പോകത്തില്ല. പകരം നിനക്കെതിരായി നിൽക്കുന്ന ആയിരക്കണക്കിന് സൈനികരുള്ളതായ ആ വലിയ രാജ്യമില്ലേ മിദ്യാൻ, അവൻ നിന്റെ നേരെ ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും, നീയും അവനും കൂടെ യുദ്ധമുണ്ടാകും. പക്ഷേ ആ ഫൈറ്റ് എങ്ങനെയായിരിക്കുമെന്നറിയാമോ? 2 മനുഷ്യര് തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെ അത്രമാത്രം ആ പ്രശ്നത്തെ ഞാൻ എന്ത് ചെയ്തു തരാം? സിംപ്ലിഫൈ ചെയ്തു തരാം. അത്രമാത്രം ആ വേദനയെ ഞാൻ സിംപ്ലിഫൈ ചെയ്തു തരാം. ആമേൻ. യുദ്ധമുണ്ടാകും, പക്ഷേ അതൊരു സൈനിക യുദ്ധമായിരിക്കത്തില്ല, അത് ഒരു വ്യക്തി യുദ്ധം പോലെ നിന്റെ പ്രശ്നങ്ങളെ ഞാൻ ചെറുതാക്കി തരും എന്ന് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഭാഗത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ, സ്തോത്ര, ഈ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ പറയുന്നത്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം. ഇതിൻ്റെ 16-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം. അത് ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് മലയാളത്തിൽ പറയുന്നെങ്കിലോ അതിൻ്റെ ഈ മറ്റ് പരിഭാഷകളിലേക്ക് വരുമ്പോൾ ഉറപ്പായി
ഉറപ്പായും ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഇത് പറയാനൊരു കാരണമുണ്ട്. കാരണം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 16-ാം വാക്യത്തിലാണ് പറഞ്ഞത് ഞാൻ നിന്നോടുകൂടെ വരാമെന്ന്. പക്ഷെ അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം യഹോവ ഗിദെയോനോട് പറയുകയാണ്, നിന്റെ ഈ ബലത്തോടെ പോക, ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നത് എന്ന് പറയുകയാണ്. ദൈവം ഗിദെയോനോട് പറയുക, എൻ്റെ ബലം നിന്റെ അകത്തുണ്ട്, എൻ്റെ നിയോഗം നിന്റെ കയ്യിലുണ്ട്, നീ പുറപ്പെട്ടോളാൻ പറയുക. എൻ്റെ ബലവും നിന്റെ മേളിലുണ്ട്, എൻ്റെ നിയോഗവും നിന്റെ മേളിലുണ്ട്, നീ പുറപ്പെട്ടോളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പോകാൻ പറ്റത്തില്ല, എൻ്റെ കുലവും കുടുംബവും ഒക്കെ നോക്കിയാൽ എത്ര നിയോഗമുണ്ടെങ്കിലും എത്ര ശക്തി ഉണ്ടെങ്കിലും എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം പറയുകയാണ്, ശക്തി കൊണ്ട് നിനക്ക് കടക്കാൻ കഴിയത്തില്ലെന്ന് നീ തോന്നുന്നെങ്കിൽ, യെസ്, നിനക്ക് ശക്തി പോരാ എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ ഞാൻ നിന്നോടുകൂടെ വരാം. ഇന്ന് പകൽ ഞാൻ അതിനകത്തുനിന്ന് അടുത്ത തലം പറയട്ടെ. ദൈവശക്തിയെക്കാട്ടിലും വലിയതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവത്തിന്റെ ശക്തിയെക്കാട്ടിലും വലുതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവത്തിന്റെ ശക്തിയെക്കാട്ടിലും വലുതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ട് ദൈവശക്തി പ്രാപിക്കുക എന്നതിനെക്കാട്ടില് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കയറുക. ഞാൻ വേഗത്തിൽ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് കടന്നു വരട്ടെ. അപ്പോൾ ചോദിക്കാം, ആർക്കാണ് ഈ സാന്നിധ്യം ലഭിക്കുന്നത്? ദൈവം കൂടിയിരിക്കണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കും, കർത്താവേ നിങ്ങളുടെ സാന്നിധ്യം വേണം. നമ്മൾ വളരെ ശാന്തമായി നിന്റെ സാന്നിധ്യം വേണം, നിന്റെ സാന്നിധ്യം വേണം, ഇങ്ങനെ കുറെ നേരം പാടിക്കൊണ്ട് നിന്നാലോ? എവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം? ആർക്കാണ് വെളിപ്പെടുന്നത്? സഹോദരങ്ങളെ, ആ ഒരു ഇതിൽ കൂടെ നമ്മൾ കയറുന്നുവെങ്കിൽ മാത്രമേ ദൈവ സാന്നിധ്യത്തെ കിട്ടുകയുള്ളൂ. ആ ഭാഗം പറയാതെ ഇതിനെ പൂർത്തീകരിക്കാൻ കഴിയുകയില്ലല്ലോ. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധേയമായ വേദഭാഗം. ഇത്രയും നേരം അതിൻ്റെ ഇൻട്രോ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവം സാന്നിധ്യം നൽകുന്ന ഒരു 3 സ്ഥലങ്ങളെ മാത്രം ഞാൻ പറയാം. ഒന്ന്, മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ തുടങ്ങി വായിക്കുമ്പോൾ, 28-ന്റെ 18, 19, 20 വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പം ആരോടുകൂടെയാ ദൈവ സാന്നിധ്യമുള്ളത്? കർത്താവിൻ്റെ അധികാരത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവരാജ്യത്തിൻ്റെ വ്യക്തമായി ഒരുത്തൻ നിൽക്കാൻ, സുവിശേഷത്തിന് വേണ്ടി തന്നെ താൻ സമർപ്പിക്കാൻ നിയോഗം ഏറ്റെടുക്കുന്നവനോടുകൂടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത്. ദൈവത്തിൻ്റെ നിയോഗത്തെ, എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗത്തെ ഞാൻ ഏറ്റെടുക്കാം. ഞാൻ നിൽക്കുന്ന ഇടത്ത് ഒതുങ്ങി നിൽക്കത്തില്ല. ഞാൻ പുറപ്പെടേണ്ട ഇടത്ത് ഞാൻ പുറപ്പെടാം. എൻ്റെ മേലുള്ള ശുശ്രൂഷയെ ഞാൻ ഏറ്റെടുക്കാം. എന്നെ ജനിപ്പിച്ച ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ ഞാൻ ഉൾക്കൊള്ളാം. ആ നിയോഗത്തിനു വേണ്ടി ഒരുത്തൻ സമർപ്പിക്കാൻ തുടങ്ങിയാൽ അവനോടുകൂടെ ദൈവം ഇരിക്കും. ഇന്ന് പകൽ നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും പറഞ്ഞാട്ടെ, കർത്താവേ ആ നിയോഗത്തിന് ഞാൻ എന്നെ ഏൽപ്പിച്ചു തരികയാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ആ നിയോഗത്തിന് ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. എവിടെയോ എന്തിനെയോ ഭയപ്പെട്ട്, കർത്താവെ എന്നെ കൊണ്ട് അങ്ങയുടെ വേല ചെയ്യാൻ കഴിയുമോ, കർത്താവെ എന്നെ കൊണ്ട് അങ്ങയുടെ പ്രവൃത്തി ചെയ്യാൻ കഴിയുമോ, കർത്താവെ ഞാൻ എന്ത് ചെയ്യാനാ അങ്ങേക്ക് വേണ്ടി? നോ നോ നോ. ഇന്ന് പകൽ കർത്താവ് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക. നിങ്ങൾക്ക് നല്ല അറിവുള്ളത് കൊണ്ട് നിങ്ങൾ പുറപ്പെടാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് നല്ല കഴിവുള്ളത് കൊണ്ട് നിങ്ങൾ പുറപ്പെടാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് നല്ല ലാംഗ്വേജ് എബിലിറ്റി ഉള്ളത് കൊണ്ട്, ബൈലിംഗ്വൽ എബിലിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾ പുറപ്പെടാൻ പറഞ്ഞില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല റിസോഴ്സസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ പുറപ്പെടാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് നല്ല സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ പുറപ്പെടാൻ പറഞ്ഞില്ല. പകരം പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലോ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Trust on my authority, rely on my power. എൻ്റെ അധികാരത്തിലും എൻ്റെ ശക്തിയിലും നീ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് നീ ഒന്ന് എഴുന്നേറ്റ് പുറപ്പെടാമോ? അങ്ങനെയെങ്കിൽ
അങ്ങനെയെങ്കിൽ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഇരിക്കുക. ഇന്ന് പകൽ നിയോഗം ഏറ്റെടുക്കുന്നവരുടെ മേൽ അസാധാരണമായ ഒരു സാന്നിധ്യത്തെ തരാൻ പോവുകയാ. പക്ഷേ ആ ദൈവരാജ്യത്തിന്റെ വ്യക്താവ് എന്ന് പറയുമ്പോൾ ദൈവിക അധികാരത്തിൽ നീ സ്വീകരിച്ച് നീ പുറപ്പെടണം. പക്ഷെ പുറപ്പെട്ടാൽ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കിക്കൊള്ളുവേൻ എന്ന് പറഞ്ഞാൽ ദൈവിക ഉപദേശത്തിനകത്തു നിന്നുകൊണ്ട്, ദൈവിക സത്യങ്ങളെ മറച്ചു പിടിക്കാതെ ഉപദേശത്തിനകത്ത് നിന്നുകൊണ്ട് നീ എൻ്റെ നിയോഗങ്ങളെ പൂർത്തീകരിക്കുമെങ്കിൽ, നീ സ്നാനത്തിന് വേണ്ടി വില കൊടുക്കുമെങ്കിൽ, നീ പരിശുദ്ധാത്മാവിന് വേണ്ടി വില കൊടുക്കുമെങ്കിൽ, നീ എൻ്റെ ശിഷ്യത്വത്തിന്റെ മഹത്വത്തെ അറിയിക്കുവാൻ വില കൊടുത്ത് എൻ്റെ രാജ്യത്തിന്റെ അധികാരത്തെ ഉൾക്കൊണ്ട് നീ എനിക്കൊരു വ്യക്തമായി നിൽക്കുമെങ്കിൽ, I shall release my presence with you. ഇന്ന് പകൽ സ്വീകരിക്കുന്നവർ ആ കർത്താവേ നിന്റെ നിയോഗത്തെ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നവരുടെ മേൽ ഇന്ന് പകൽ ഒരു സാന്നിധ്യം പറയപ്പെടും, ഒരു പകരപ്പെടും സാന്നിധ്യം. എത്ര നാൾ നീ നിയോഗത്തെ തള്ളി മാറ്റുന്നു, എത്ര നാൾ നീ ശുശ്രൂഷയെ തള്ളി മാറ്റുന്നു, എത്ര നാൾ നിന്റെ കർത്താവേ ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ എൻ്റെ സുഖം നഷ്ടപ്പെടോ, എൻ്റെ മാന്യത നഷ്ടപ്പെടോ, അയ്യോ ഞാൻ പിന്നെ എൻ്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ മാറ്റേണ്ടി വരുമോ, അയ്യോ ഞാൻ പിന്നെ നിന്നെല്ലാം നേരിടേണ്ടി വരും. നോ, കർത്താവിന്റെ നാമത്തിന്റെ മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ട് ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ഒരുത്തൻ ഇതിനകത്തുണ്ടെങ്കിൽ നിലനിൽക്കുന്ന നിത്യമായ ഒരു ദൈവ സാന്നിധ്യം അവന്റെ മേൽ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ദൈവത്തിന് തൻ്റെ സാന്നിധ്യം നൽകുവാൻ ഒന്ന് നിയോഗമുള്ളവനെ വേണോ, രണ്ട് നിയോഗങ്ങളെ ഏറ്റെടുക്കുന്നവനെ വേണോ, ദൈവം പറയുന്നത് ചെയ്യാൻ ഒരുക്കമുള്ളവനെ വേണോ, രണ്ടാമതായി ദൈവം തൻ്റെ സാന്നിധ്യം നൽകുന്നത്. പുറപ്പാട് പുസ്തകം 33 ദൈവത്തോട് മോശ പറയുന്ന സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ഈ മൽപ്പിടുത്തവും കെഞ്ചലും ഒക്കെ നമുക്ക് കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് നാം ശ്രദ്ധിച്ചാൽ 33:2 ദൈവം മോശയോട് പറയാണ്, മോശ നമ്മൾ തമ്മിൽ ഇനി ഒരുമിച്ച് നടക്കത്തില്ല, നമുക്ക് രണ്ട് വഴിയിൽ നടക്കാമെന്ന്. എന്താണ് അതിൻ്റെ കാരണമെന്ന് നാം ശ്രദ്ധിച്ചാൽ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നീ ദുശ്ശാഠ്യമുള്ള ജനമാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ സാന്നിധ്യത്തെ നിന്നിൽ നൽകത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദുശ്ശാഠ്യം, നമ്മുടെ വഴങ്ങാത്ത സ്വഭാവങ്ങളെ, നമ്മുടെ തലക്കനത്തെ, എനിക്ക് വഴങ്ങാൻ കഴിയാത്ത നമ്മുടെ ഷാഠ്യങ്ങളെ വിട്ടുകളയുമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേലിലേക്ക് വരിക. അതിനെ വിശുദ്ധ പൗലോസ് വളരെ മനോഹരമായിട്ട് എന്താണ് ഈ സ്റ്റിഫ്നെക്നെസ്, എന്താണ് ഈ ദുശ്ശാഠ്യം എന്ന് പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ വിശാലതയുള്ളവരായിരിപ്പീൻ. 2 കൊരിന്ത്യർ 6:12 വരും, 6:13 വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ വിശാലതയുള്ളവരായിരിപ്പീൻ. ആമേൻ. എന്താണ് ഈ വിശാലത? എന്താണ് ദൈവജനത്തിന്റെ വിശാലത? അതിന്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ ഒരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്ത, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. 16 ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യുക, ഞാൻ അവർക്ക് ദൈവമോ അവർ എനിക്ക് ജനവുമാകുന്നു ആകുമെന്ന് ദൈവം അരുളി ചെയ്തല്ലോ. കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുക, അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യുക. പകരം ഒന്ന് മാത്രം എനിക്ക് വേണോ, എന്താണെന്നറിയാമോ? അവർ ആമേൻ വേർപാടുള്ളവരായിരിക്കണം. എന്നിട്ട് അതിന്റെ 17-ാം വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും
പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവ സാന്നിധ്യത്തിന്റെ ഒന്നാമത്തെ തലം ദൈവത്തിന്റെ നിയോഗങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ദൈവ സാന്നിധ്യത്തിന്റെ രണ്ടാമത്തെ തല വിശുദ്ധിയായി ജീവിപ്പാൻ ദൈവത്തോടൊരു പ്രതിജ്ഞാബന്ധത്തിലേക്ക്. കർത്താവേ, ഞാൻ വേർപെടേണ്ടതിൽ നിന്ന് വേർപെടാ. കർത്താവ് ചോദിക്കുകയാണ്, വിഗ്രഹത്തിനും ദൈവാലയത്തിനും തമ്മിൽ എന്തൊരു യോഗ്യത? നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അവിശ്വാസികളോട് ഇണയില്ല, പിണകൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചർച്ച? വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ എന്തൊരു കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാലിനും എന്തു പൊരുത്തം? നോ. വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി. ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ പാപത്തെയും പാപസംബന്ധമായതിനെയും വിട്ടുകളഞ്ഞ് വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്ക. കർത്താവെ, ഏത് പ്രലോഭനത്തിന്റെ നടുവിൽ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ നിലനിൽക്ക. എനിക്ക് അങ്ങ് മതി, എനിക്ക് അങ്ങയുടെ വിശുദ്ധി മതി, അങ്ങയുടെ സാന്നിധ്യം മതി. ദൈവ സാന്നിധ്യത്തെ അകറ്റിക്കളയുന്ന ഏത് പാപപങ്കിലമായിരിക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ അതിനെ ഹൃദയപൂർവ്വം വെറുക്കുന്ന കർത്താവെ, എനിക്കത് വേണ്ട എന്ന് ഇന്ന് പകൽ അധരം തുറന്ന് പറയുമെങ്കിൽ, ഹൃദയപൂർവ്വം അതിനകത്തൊരു തീരുമാനമെടുക്കുമെങ്കിൽ, the presence will come upon you. ദൈവ സാന്നിധ്യം നിങ്ങളിലേക്ക് ഇറങ്ങി വരോ. ഹേ റബ പ്രവാനിയ, ഞാൻ വിശുദ്ധിയെ സ്നേഹിക്കുന്നു. അധരം തുറന്നെന്ന് പറഞ്ഞേ, ഞാൻ വിശുദ്ധിയെ സ്നേഹിക്കുന്നു. അധരം തുറന്ന് സഭ ഒരുമിച്ച് ശബ്ദമുയർത്തി പറഞ്ഞേ, ഞാൻ വിശുദ്ധിയെ സ്നേഹിക്കുന്നു. ഞാൻ വേർപാടിന്റെ ഉപദേശത്തെ സ്നേഹിക്കുന്നു. അർത്ഥനാരബ പ്രവാനി, ഞാൻ ദൈവിക വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളു. ഇന്ന് പകല തീരുമാനത്തെ ഉറപ്പോടെ അധരം തുറന്ന് പറയുമെങ്കിൽ, അത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാപത്തോട് വേർപെട്ട് പാപികളോട് കോംപ്രമൈസ് ചെയ്യാതെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ ഒരു തീരുമാനത്തിന്റെ കാൽവെപ്പ് നീ എടുക്കുമെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ തൊടുമെന്നേ. ജീസസ്, ഹോളി സ്പിരിറ്റ്. മൂന്നാമത്തെ വിഷയത്തെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ സിമ്പിളായിട്ട് ദൈവം ചോദിക്കുക. ഒത്തിരി സിമ്പിളായിട്ട് കർത്താവ് ചോദിക്കുക. ആമോസ് 3:3, 2 പേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? 2 പേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നോട് ഒരുമിച്ച് നടക്കും. കർത്താവ് നമ്മളോട് ഒരുമിച്ച് നടക്കും. ഒരൊറ്റ കണ്ടീഷൻ മാത്രം, നമുക്ക് കർത്താവുമായിട്ട് ഒന്ന് എഗ്രി ചെയ്യാനാവുമോ? കർത്താവിൻ്റെ ഇഷ്ടങ്ങളുമായി നമുക്കൊന്ന് നമ്മുടെ കൺസെൻറ്റിനെ കർത്താവേ നിന്റെ ഹിതം മതി എന്നൊന്ന് പറയാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം എവിടെ ഏത് വിഷയത്തിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി കടിച്ചു തൂങ്ങിക്കിടക്കുന്നോ, സ്വന്തം ഇഷ്ട അനിഷ്ടത്തിന് വേണ്ടി കടിച്ചു തൂങ്ങിക്കിടക്കുന്നോ, അത് ദൈവ സാന്നിധ്യത്തെ അകറ്റിക്കളയുകയാണെന്ന് തിരിച്ചറിഞ്ഞ്, കർത്താവേ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണോ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. ആ സാന്നിധ്യത്തെ കൊതിക്കുന്നവർ ഇന്ന് പകൽ ഒരു തീരുമാനം പറയട്ടെ. ഐ നീഡ് ദൈ പ്രസൻസ്, സോ ഐ സബ്മിറ്റ് മൈസെൽഫ് ടു ദൈ വിൽ ഓ ലോർഡ്. അങ്ങയുടെ ഇഷ്ടത്തിന്, അങ്ങയുടെ സമ്പൂർണമായ ദൈവ പദ്ധതിക്ക്, അങ്ങയുടെ ഹിതത്തിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ മേലെ ആ പദ്ധതി നിറവേറട്ടെ, എൻ്റെ കുടുംബത്തിൻ്റെ മേലെ ആ പദ്ധതി നിറവേറട്ടെ. ഭക്തന്മാർ പണ്ട് പാടി, നേരുനിരപ്പം വഴിയോ നീണ്ട നടയോ കുറുതോ പാരങ്കരഞ്ഞു ഓടുന്നതോ എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാം എനിക്ക് ആശീർവാദം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ, എൻ്റെ ഹിതം പോലെയല്ല എൻ കർത്താവേ, എന്നെ ഹോവേ. കാരണം അവർക്കൊരു വെളിപ്പാടുണ്ടായിരുന്നു, എൻ്റെ വഴിക്ക് എൻ്റെ ഇഷ്ടത്തിന് പോയാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് എവിടെയോ നഷ്ടപ്പെടോ. ഇല്ലില്ല, എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളെക്കാട്ടിലോ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വലിയത്. ഇന്ന് പകൽ എത്ര പേർ പറയുക, എനിക്ക് എൻ്റെ താല്പര്യങ്ങളെക്കാട്ടിലും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വേണ്ടത്? ഓ, കർത്താവിൻ്റെ ദാസൻ ആരംഭത്തിങ്കിൽ യാഗപീഠത്തെ കുറിച്ച് പറഞ്ഞു. യാഗപീഠം ഒരു സാക്രിഫിഷ്യൽ സീസൺ, ഒരു സാക്രിഫിഷ്യൽ പ്ലേസ് ആണ്. ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കാം, അരമണിക്കൂറോ 3/4 മണിക്കൂറോ 4 മണിക്കൂറോ പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങൾക്കൊരു ഓൾട്ടർ, ഒരു യാഗപീഠം വേണമെന്ന് കർത്താവിൻ്റെ ദാസൻ ആവർത്തിച്ച് പറഞ്ഞു. കർത്താവേ എനിക്കൊരു ജോലി വേണം, കർത്താവേ എനിക്കൊരു പ്രൊമോഷൻ വേണം, പ്രൊമോഷൻ വേണം. 6 മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ 6 മണിക്കൂറിന്റെ പ്രാർത്ഥനയെക്കാട്ടിലും വലുതാ ഒരു യാഗപീഠം പണിത്, കർത്താവേ നിന്റെ ഹിതപ്രകാരം, നിന്റെ പദ്ധതിക്ക് അനുസരിച്ച്, നിന്റെ ഇഷ്ടത്തിനുള്ള ഒരു ജോലി. കർത്താവേ അതിനകത്ത് എൻ്റെ ഒരു താല്പര്യവും വേണ്ട, എൻ്റെ ഒരു പദ്ധതിയും വേണ്ട, നിന്റെ ഇഷ്ടത്തെ ഒരു പ്രാർത്ഥനയല്ല, ഒരു യാഗപീഠം. ഇന്ന് പകൽക്കാലം എവിടെയൊക്കെ എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ ദൈവ സാന്നിധ്യം ആരോടുകൂടെയായിരുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ ദൈവ സാന്നിധ്യം യേശുവിനോടുകൂടെയായിരുന്നു.
ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. യേശു കർത്താവിൻ്റെ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ഒരിക്കൽ യേശു സാക്ഷ്യം പറഞ്ഞു. ഞാൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നത് കൊണ്ടല്ല ഭൂമിയിലും ഈ സാന്നിധ്യം എന്നോടുകൂടെ ഉള്ളത്. ഞാൻ ദൈവത്തിൻ്റെ ഏകജാതനായതുകൊണ്ടല്ല ഈ സാന്നിധ്യം എന്നോടുകൂടെ ഉള്ളത്. ഞാൻ കന്യകയുടെ ഉദരത്തിൽ ഗർഭം ധരിക്കപ്പെട്ടത് കൊണ്ടുമല്ല ദൈവ സാന്നിധ്യം എന്നോടുകൂടെ ഉള്ളത്. യോഹന്നാൻ 8:29 കർത്താവ് പറയുകയാണ്, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. The presence is with me. അവൻ എന്നോട് കൂടെയുണ്ട്. അത് കർത്താവേ അങ്ങ് ദൈവപുത്രനല്ലേ? നോ, അതുകൊണ്ടൊന്നുമല്ല. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോക്കുമ്പോൾ ഒരു തീരുമാനത്തോടുകൂടെ ഞാൻ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ചെയ്യുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടുകൂടെ ദൈവേഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇതിനകത്തുനിന്ന് കാലെടുത്ത് വെക്കുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യത്തിലേക്കായിരിക്കും നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. ഇന്ന് പകൽ ഒരു ദൈവ സാന്നിധ്യം ചിലരെ ഇതിനകത്ത് മൂടാൻ പോവുകയാണ്. ദൈവസാന്നിധ്യത്തിന് 2-3 തലങ്ങളുണ്ട് സഹോദരങ്ങളെ. മോശെ യോശുവയോടുകൂടെ പറഞ്ഞു, അവൻ നിനക്ക് മുൻപായി പോകും, നിന്നോട് കൂടെയിരിക്കും. അപ്പൊ ഇവിടെ ഈ ദൈവസാന്നിധ്യം, മോശ കാണുന്ന ദൈവസാന്നിധ്യം ഏതാണെന്നറിയാമോ? മുമ്പിൽ പോകുന്നതായ ദൈവസാന്നിധ്യം. പക്ഷെ ദാവീദ് പറയുകയാണ്, കുരിരിൽ താഴ്വരയിൽ കൂടി കടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അവൻ്റെ വടിയും കോലും എല്ലാം എന്നെ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോകും. ഈ സാന്നിധ്യം ഏത് സാന്നിധ്യമാണ്? ഇടയൻ പുറകിൽ നിന്ന് വടിയും കോലും കൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊണ്ടുപോകുന്ന പുറകിൽ നിൽക്കുന്ന സാന്നിധ്യം, ഹോളി സ്പിരിറ്റ്. പഴയ നിയമ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, ഞാൻ അവരുടെ ഇടയിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. പക്ഷെ പുതിയ നിയമത്തിന്റെ വെളിപ്പാട് പറയുമ്പോൾ പൗലോസ് പറഞ്ഞു, ദൈവം നിങ്ങളുടെ വലത്തുഭാഗത്ത് അല്ല, ദൈവം നിങ്ങളുടെ മുമ്പിലല്ല, ദൈവം നിങ്ങളുടെ പുറകിലല്ല, ദൈവം നിങ്ങളുടെ അയൽപക്കത്തുമല്ല. പകരമോ ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. The presence of God is not a cloud but the anointing in us. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ നിൽക്കുമ്പോൾ മേഘം നിറഞ്ഞതും പുക നിറഞ്ഞതും കണ്ടെങ്കിൽ, പുതിയ നിയമത്തിൽ ഒരു അഭിഷക്തൻ മേഘത്തിലും പുകയിലുമല്ല ദൈവ സാന്നിധ്യത്തെ കാണുന്നത്. അവന്റെ അകത്ത് കത്തുന്ന അഭിഷേകത്തിനകത്ത് ആ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർ ഒരു നിമിഷം എഴുന്നേറ്റ് ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. കൊലോസ്യർ 1:27 The Christ, the hope of glory is in you. The presence is in you. നിന്റെ അകത്താണ് സാന്നിധ്യം, നിന്റെ അയൽപക്കത്തല്ല സാന്നിധ്യം, നിന്റെ മുമ്പിലല്ല സാന്നിധ്യം, നിന്റെ പിമ്പടയുമല്ല. It is in you. He is in you. The presence is in you. ആ സാന്നിധ്യത്തിലേക്ക്, ആ സാന്നിധ്യത്തിന്റെ നിറവിലേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ പിടിച്ചു കയറ്റാൻ പോവുകയാണ്. സഹോദരങ്ങളെ, യെഹെസ്കേൽ പ്രവാചകൻ ഒരു ദർശനം കണ്ട് പാളിക്കത്തുന്ന തീയും അതിനകത്തൊരു ശുക്ലസ്വർണ്ണമോ ചുറ്റി നിൽക്കുന്ന മഹാവെളിച്ചവും അതിനെ കവർ ചെയ്യുന്നതായി ഒരു മേഘമോ. അതിന്റെ അകത്തേക്ക് താൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അതിനകത്തൊരു ജീവികളെ കണ്ടോ. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 12-20 ഒക്കെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ആത്മാവിന് പോകേണ്ടിടത്തൊക്കെയോ അവ പോയിക്കൊണ്ടേയിരിക്കുക. ആത്മാവിന് പോകേണ്ടിടത്തൊക്കെയോ പോയിക്കൊണ്ടേയിരിക്കുന്ന ജീവികൾ. അതിനെ ഞാൻ ഒറ്റ വേർഡിൽ പറയാ: കാരിയർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്, കാരിയർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്, കാരിയർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് എന്നെ എടുത്തുകൊണ്ട് പോകണം എന്നതുപോലെ തന്നെ ഇന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യം ആരോടുകൂടെ ഇരിക്കുമെന്നറിയാമോ? If you are ready to carry the Holy Ghost, if you are ready to carry the presence of God, He will be with you. ഇന്ന് പകൽ എത്ര പേർ പറയാ, I will be the carrier. കർത്താവേ, ഞാൻ അങ്ങയുടെ ആ കാരിയറായി ആ സാന്നിധ്യം വഹിച്ചുകൊണ്ടേ പോകാം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും പറയും മോശ
ഹോരേബിന്റെ മുൾപടർപ്പിൽ കത്തുന്ന ഹോരേബിൽ ഒരു മുൾപടർപ്പിൽ ദൈവ സാന്നിധ്യത്തെ കണ്ടുവന്ന്. നമ്മൾ എപ്പോഴും ഇത് മോശയുടെ ആംഗിളിൽ നിന്നാണ് കാണാറുള്ളത്. മോശ ദൈവ സാന്നിധ്യത്തെ കണ്ടു, മോശ ദൈവ സാന്നിധ്യത്തെ കണ്ടു, മോശ ദൈവ സാന്നിധ്യത്തെ കണ്ടു. പക്ഷെ മോശ എവിടെയാണ് ദൈവ സാന്നിധ്യത്തെ കണ്ടത്? മോശ എവിടെയാണ് ദൈവ സാന്നിധ്യത്തെ കണ്ടത്? ഞാൻ പറയും, ഈ മുൾപടർപ്പിലാണ് ദൈവ സാന്നിധ്യത്തെ കണ്ടത്. ഇതൊരു മുൾപടർപ്പായിരുന്നു. മുൾപടർപ്പിനെ കണ്ടാൽ ദൈവവചനം അറിയുന്ന ഏവനും പറയും ശാപം, ശാപം, ശാപം. കയ്യിലിരിപ്പിന്റെ ഗുണം, അനുസരണക്കേടിന്റെ ഫലം, ശാപം, ശാപം. മുൾപടർപ്പ് ആരായിരുന്നു? ശാപമായിരുന്നു. പക്ഷേ ഒരു മുൾപടർപ്പിനെ ദൈവം ഹോരേബിൽ കൊണ്ടുവന്നു, ദൈവത്തിന്റെ പർവ്വതത്തിൽ. നീ എത്ര ശാപമായിരിക്കട്ടെ, നീ എത്ര മുടിഞ്ഞവനുമാകട്ടെ, പക്ഷേ നിന്നെ ഹോരേബിനകത്ത് ദൈവം നട്ടെങ്കിൽ, ദൈവത്തിന്റെ പർവ്വതത്തിനകത്ത്, ദൈവത്തിന്റെ ചർച്ചിനകത്ത്, ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്കകത്ത് ദൈവം നിന്നെ നട്ടെങ്കിൽ, ഈ മുൾപടർപ്പിനകത്ത് ദൈവത്തിനൊരു സ്പാർക്ക് അടിക്കാനുണ്ട്. ഇന്നലെ വരെ ഈ മുൾപടർപ്പ് ശാപമായിരുന്നോ? പക്ഷെ ഇപ്പൊ ഈ മുൾപടർപ്പിനെ ആര് ശാപമെന്ന് പറയത്തില്ല. ഇത് ദൈവത്തിന്റെ പ്രസൻസ് കാണിക്കുക. ഒത്തിരി മോശമാരുണ്ട്, ഫറവോനെ ഭയപ്പെട്ട് ഓടിപ്പോയവർ, നിയോഗം നഷ്ടപ്പെട്ട ആടിനെ വളർത്തിക്കൊണ്ട് നടക്കുന്നവർ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മരുഭൂമിക്ക് അപ്പുറം കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന പല മോശമാരുണ്ട്. ഇന്ന് പകൽ ഈ ബാംഗ്ലൂരിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പല മോശമാര് ജീവിത ലക്ഷ്യം തെറ്റി നടക്കുന്നുണ്ട്. അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ എക്സിബിറ്റ് ചെയ്യുന്ന, ദൈവത്തിന്റെ തീപ്പൊരി കത്തിക്കുന്ന ഒരു മുൾപടർപ്പായി. എന്റെ പാരമ്പര്യ മുൾപടർപ്പ, എന്റെ അപ്പച്ചന്മാര് മുൾപടർപ്പ, എന്റെ സമുദായം മുൾപടർപ്പ, എന്റെ കുടുംബം മുൾപടർപ്പ. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആ സാന്നിധ്യത്തിന്, ദൈവത്തിന്റെ ശക്തിക്ക്, അഭിഷേകത്തിന് ഞാൻ എന്നെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ശാപത്തിന്റെ മുൾപടർപ്പല്ല. I will be the manifesto. I will be the manifesto of the kingdom of God. അർദ്ധനമ പ്രവാനിയ, അർദ്ധന മാലക സഭ പ്രവാനിയ, അർദ്ധന ധിയാധരാധര. മുൾപടർപ്പ് കാത്തുന്ന ഈ മഹാ കാഴ്ച എന്താ എന്ന് കാണുവാൻ മോശ കയറി ചെന്നു. ദൈവത്തിന്റെ പൈതലെ, നിന്റെ കുടുംബ ശാപത്തിന്റെ കുടുംബമായിരിക്കുക, നിന്റെ പാരമ്പര്യം ശാപത്തിന്റെ പാരമ്പര്യമായിരിക്കുക. പക്ഷെ നിന്റെ അകത്ത് തീ കത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു മഹാ കാഴ്ചയായിരിക്കുക. നീ കത്തുന്നത് കണ്ട് പലരും ഹോരേബിലേക്ക് വരോ, നീ കത്തുന്നത് കണ്ടിട്ട് പലരും ദൈവസഭയിലേക്ക് വരോ. മരുഭൂമിയിൽ നിൽക്കുന്ന മോശ ഹോരേബിലേക്ക് കയറി വരികയാ. നിരാശപ്പെട്ട മോശ ഹോരേബിലേക്ക് കയറി വരികയാ. കാരണം ആ ഹോരേബിൽ ഒരു ശപിക്കപ്പെട്ട മുൾപടർപ്പ് കൃപ മേടിച്ച് കത്താൻ തുടങ്ങി. ഇന്ന് പകൽ എത്ര ദൈവമക്കൾ ഇതിനകത്ത് പറയാ, ആ മുൾപടർപ്പ് ഞാനാ. ഇനി ഞാൻ ശാപത്തിന്റെ ചരിത്രം പറയത്തില്ല, ഇനി ഞാൻ പാപത്തിന്റെ ചരിത്രം പറയത്തില്ല. പകരം ഞാൻ ദൈവത്തിന് വേണ്ടി കത്താൻ പോവാ, ഞാൻ ദൈവത്തിന്റെ നിയോഗങ്ങളെ ഏറ്റെടുക്കാൻ പോവാ. എനിക്കറിയാം എന്റെ മേലൊരു വിളി കിടപ്പുണ്ട്, എനിക്കറിയാം എന്റെ മേലൊരു നിയോഗം കിടപ്പുണ്ട്. ഇന്ന് പകൽ ആ നിയോഗത്തിന് സമർപ്പിച്ച് അതരം തുറന്ന് അന്യഭാഷകളിൽ കരമടിച്ച് അർദ്ധന മാരക സന്തലേ റബല ഹടിയ രഗദര ഹത്തരേതി അർദ്ധന പ്രവശം താരിയാധന ദേ രബ പ്രവശ താർദനാദിയ അർദ്ധലഗട ഗരഗരക സന്തരാദിയ. ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം, the presence of God, അറമാന സഗന്ധര ധിയാധര അർദ്ധനാദിയാധര. വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ അകത്തേക്ക്, സമർപ്പിക്കുന്നവരുടെ അകത്തേക്ക്, ദൈവ നിയോഗങ്ങളെ ഏറ്റെടുക്കുന്നവന്റെ അകത്തേക്ക് ഒരു സാന്നിധ്യത്തിന്റെ മഹത്വം, ദൈവ സാന്നിധ്യം.